അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിപാടികളെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വളരെ മനോഹരമായി ഈ പരിപാടികളൊക്കെ നടത്താൻ അല്ലാഹു ഇതിൻ്റെ സംഘാടകർക്ക് തൗഫീക്ക് നൽകട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബഹുമാന്യ സദസ്സിനോട് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആവേശത്തോടെ ബഹുമാന്യ സദസ്സ് സ്വലാത്ത് ചൊല്ലണം, പ്രതികരിക്കണമെന്ന് ഞാൻ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മൻ സല്ല അലയ്യ സ്വലാത്തൻ വാഹിദ, എൻ്റെ മേലൊരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, അത് കാരണമായി അള്ളാഹു അവൻ്റെ മേൽ 10 സ്വലാത്ത് കളവ് പരിശുദ്ധ തങ്ങൾ ഓർമ്മ പവിത്രതയെ കൂടുതലൊന്നും വിധം സംബന്ധിച്ച് അഭിമന്യരായ ഉസ്താദ് അവറുകൾ 2 രൂപത്തിൽ ഈ മഹത്തായ സദസ്സിന്റെ ശ്രേഷ്ഠത പറഞ്ഞു തരികയും ചെയ്തിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇൽമുമായി ബന്ധപ്പെട്ട സദസ്സുകൾ അല്ലാഹുവിൻ്റെ ഭൂമിക്ക് മുകളിൽ ഏറെ പവിത്രതയുള്ള വളരെയേറെ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സുകളാണ്. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബി വര്യനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദിവ്യബോധനം നൽകുന്നത്. ഹബീബായ നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്നത്, ആരോടാണോ നിങ്ങൾ സംസാരിക്കുന്നത് നബിയെ, ആ സഹോദരൻ മരിക്കാൻ പോവുകയാണ്, ഏതാനും സമയത്തിനുള്ളിൽ അയാൾ മരിക്കുകയാണ്. ഫി വഖ്തിൽ അസ്ർ, ഹദീസിന്റെ കിതാബുകളിൽ കാണാം, അസ്റിന്റെ സമയത്താണ് കഴിഞ്ഞാൽ മരിക്കാൻ പോവുകയാണ്. നബി ആ സഹോദരനാകെ പ്രയാസപ്പെടുകയും വിഷണ്ണനാവുകയും ചെയ്തു. കാരണം മരിക്കാൻ പോവുകയാണല്ലോ. അത് പറഞ്ഞിരിക്കുന്നത് ഹബീബായ നബി തങ്ങളാണ്. പുണ്യപ്രവാചകരെ അറിയിച്ചിരിക്കുന്നത് അല്ലാഹുവാണ്. മരണം ഉറപ്പാണ്. യാ റസൂലല്ലാഹ്, നബിയെ എനിക്കറിയിച്ചു തരണം, എൻ്റെ മരണത്തിന് മുന്നോടിയായി ഞാൻ ചെയ്യേണ്ട അമലേതാണ് നബിയെ? ഞാൻ മരിക്കാൻ പോവുകയാണെന്നങ്ങ് പറഞ്ഞല്ലോ, എൻ്റെ മരണത്തിന് മുമ്പ് ഞാൻ ചെയ്യേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാണ്? മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരനെ, നീ ഇൽമുമായി ബന്ധവൂ എന്നാണ്. നീ ആ വിജ്ഞാനവുമായി അറിവുമായി ബന്ധപ്പെട്ടോളൂ. വഫാത്തിന്റെ തൊട്ട് മുമ്പ് പോലും അറിവുമായി ബന്ധപ്പെടാനാണ് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരനോട് പറഞ്ഞതെങ്കിൽ അറിവിന്റെയും അറിവ് സമ്പദസിന്റെയും അതുകൊണ്ട് എൻ്റെ മറ്റൊരു ഹദീസിൽ നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ്. ഹബീബ് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭൂമിക്ക് മുകളിലെ 2 സ്ഥലങ്ങളെ കുറിച്ച് പുന്നാര നബി തങ്ങൾ റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞിട്ടുള്ളൂ. സ്വർഗീയ ആരാമം, സ്വർഗീയ പൂന്തോപ്പ് എന്നൊക്കെ. ഒന്ന് മാ ബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എൻ്റെ ഖബറിന്റെയും എൻ്റെ മിംബറിന്റെയും ഇടയിലുള്ള സ്ഥലം. മറ്റൊന്ന് മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്നാണ്. ഇൽമിന്റെ സദസ്സ് അത് സ്വർഗീയ പൂന്തോപ്പാണ് എന്ന് ഹബീബുന വഖായിദുന വഖുദുവതുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി സദസ്സ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സൃഷ്ടികളിൽ വളരെ ആയുസ് കുറഞ്ഞ ഉമ്മത്തികളാണ് നമ്മൾ. ഒരുപാട് ഉമ്മത്തുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളാണ് ആ കൂട്ടത്തിൽ ഏറ്റവും ചുരുങ്ങിയ ആയുസ് നൽകപ്പെട്ടവർ. ഹബീബായ നബി തങ്ങൾ തന്നെ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70, എൻ്റെ സമുദായത്തിന്റെ വയസ്സ് 60ന്റെയും 70ന്റെയും ഇടയിലാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. 60ന്റെയും 70ന്റെയും ഇടയിലാണ് ഹബീബായ നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അതിനിടയിലുള്ള ഒരു പ്രായത്തിലാണ്. 63ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു പോയി.
നമ്മുടെ നേതാവായ ലോകത്തിന്റെ നായകനായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വളരെ ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള ഓരോ സമയങ്ങളും ും ആഴ്ചകളും യാത്രയിലെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നത് അങ്ങനെയാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറയുന്നുണ്ട്, അൽ അബ്ദു മിൻ ഹീൻ ഇസ്തഖറത ഖദമുഹു ഫീ ഹാദിഹി ദാർ, വീഴുന്നതോ ഫഹുവ നാഫിറുൻ ഫീഹാ ഇലാ റബ്ബിഹി, യാത്ര അവനെ പ്രപഞ്ചത്തെ അടക്കി ഭരിക്കുന്ന അഖിലാധിപനാണ് അല്ലാഹുവിലാണവൻ. യാത്രയാണെന്ന് അവൻ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള അവധി എത്രയാണെയും സമയമാണ് അവന്റെ യാത്രയുടെ കാലാവധി. 60 വയസ്സ്, 70 അല്ലെങ്കിൽ 20 അത്ര യാത്രക്കാരൻ. ثم جعلت الأيام والليالي مراحل لسفره, ഈ ദിവസങ്ങളും ആഴ്ചകളും മണിക്കൂറുകളും സെക്കൻഡുകളും ഓരോ രാവുകളും അതേപോലെ പകലുകളുമെല്ലാം ഈ യാത്രയിലെ കേവലം ഒരു താവളങ്ങൾ മാത്രമാണ് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതറിയുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് പുതുവത്സരം ആഘോഷിക്കാൻ കഴിയുക? ഇത് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് അവന്റെ ജീവിതത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷം നഷ്ടപ്പെടുമ്പോ എങ്ങനെയാണ് അവൻ ആനന്ദ തുന്തിലനാവുക? എങ്ങനെയാണ് അവൻ ആഹ്ലാദഭരിതനാവുക? ഇപ്പോഴത്തെ പുതുവത്സര ആഘോഷങ്ങൾ നടന്നു നമ്മുടെ നാടുകളിലൊക്കെ. നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിലും പ്രിയപ്പെട്ടവർ ആഘോഷ പരിപാടികളിൽ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ പങ്കാളികളായിട്ടുണ്ടാകാം. പ്രത്യേകിച്ച് ടൗൺ ഏരിയകളിൽ, നഗരപ്രദേശങ്ങളിലെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അത്തരം ആഘോഷങ്ങളിൽ പങ്കാളികളായിട്ടുണ്ടാകാം. എൻ്റെ വയല് കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് നമുക്ക് ഈ പുതുവത്സരം ആഘോഷിക്കാൻ കഴിയുക? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയം നഷ്ടപ്പെടുമ്പോ നമ്മൾ അതിൽ ആനന്ദിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ശിക്കുകയല്ല, ആയുസ് ഒരു ഭാഗമാണ് ഒരു പ്രിയപ്പെട്ട പോവുകയാണ്. നമ്മളെ നമുക്ക് നല്ല നമ്മുടെ വരിക ബക്കറ്റ് പോലെ സഹായം, എൻ്റെ പണം ഞാനത് എല്ലാവരും വരുമ്പോ എല്ലാവരും നല്ല 10 രൂപ പോലെ അതിൻ്റെ വളരെ സഹകരണങ്ങൾ ബഹുമാനപ്പെട്ട. അതുകൊണ്ട് ആവശ്യം നല്ലപോലെ നല്ല ഈ സദഖ വീട്ടിലും അല്ലാഹു ഓരോ സ്ഥലം, നമ്മളെന്താ, നമ്മുടെ നമ്മളിൽ, നമ്മുടെ ജീവിതത്തിൽ, 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 നമ്മുടെ ജീവിതത്തിൽ
യാത്രയിലെ ഓരോ വർഷമെല്ലാം അല്ലാഹു നമുക്ക് കുറിച്ചുള്ള വിശ്വാസി മഹാന്മാർ അല്ലാഹു തആല സംവിധാനം ഒന്നാമത്തെ കുട്ടിക്കുന്നത് ആ കാലയളവൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ യൗവനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതും ആ കാലം ആ കുട്ടികൾക്ക് പ്രത്യേകമായ കുട്ടികൾ ചില അഭാവവും വലിയ കുട്ടികളിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും അതുണ്ടാവില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻബിയാഇന്റെ 51-ാമത്തെ വചനത്തിൽ മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലഖദ് ആതൈനാ ഇബ്രാഹീമ റുശ്ദഹു മിൻ വകുൻഹി മനോഹരമാണ്. ഇബ്രാഹീമ റുശ്ദഹു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നാം വലിയ കഴിവുകൾ നൽകിയിരിക്കുകയാണ്, സന്മാർഗം നൽകിയിരിക്കുകയാണ്. മിൻ ഖബൽ വളരെ ചെറുപ്പത്തിൽ തന്നെ. അല്ലാഹുവിന്റെ വചനമാണിത്. സൂറത്തുൽ അൻബിയാ 51-ാമത്തെ വചനം മഹാന്മാരായ ഉലമാ വിശദീകരിക്കുകയാണ്. യുഖ്ബിറു തആല അലൈഹിസ്സലാം ഇബ്രാഹിം അല്ലാഹു വളരെ ചെറുപ്പത്തിൽ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സത്യത്തെ ബോധ്യമാകാനുള്ള ഒരു കഴിവ് നൽകിയിരിക്കുകയാണ്. സത്യത്തെ ഉൾക്കൊള്ളാനുള്ള അപാരമായ ഒരു കഴിവ് വളരെ ചെറുപ്പത്തിൽ തന്നെ അല്ലാഹു നൽകിയിരിക്കുകയാണ്. തഫ്സീറുകളിൽ കാണാം അന്നഹു കാന ഇബ്നു സലാസു സിനീൻ, കേവലം 3 വയസ്സാകുമ്പോഴേക്ക് ഇബ്രാഹിം എന്ന പൊന്നുമകൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സത്യാസത്യങ്ങളെ വിവേചിച്ചറിയാനുള്ള ഒരു പ്രത്യേകമായ കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ട്. അപ്പൊ ചില കുഞ്ഞുങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഒരു അപാരമായ കഴിവ് നൽകും. വളരെ അപൂർവമായ കഴിവാണ്. മഹാനായ യഹ്യാനെ കുറിച്ച് അല്ലാഹു പറയാണ് സൂറത്ത് മറിയമിന്റെ 12-ാമത്തെ വചനത്തിലൂടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വആതൈനാഹുൽ ഹുക്മ സബിയ്യാ യാ യഹ്യാ, ഓ യഹ്യ നബിയേ, കിതാബ് മുറുകെ കുട്ടിക്കാലത്ത് തന്നെ വളരെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നാം യഹ്യാ നബിക്ക് ഹിക്മത്തിനെ നൽകിയിട്ടുണ്ട്, അപാരമായ വിജ്ഞാനവും കഴിവും നൽകിയിട്ടുണ്ടെന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. മഹാന്മാരായ വിശദീകരിക്കുന്നു. ഇവിടെ ഹുക്മ എന്ന് പറഞ്ഞാൽ ഐ അൽ ഫഹ്മ വൽ ഇൽമ വൽ ജിദ്ദ വൽ അസ്ം, എല്ലാ കഴിവുകളും യാണ്. എന്റെ പ്രിയ നൽകിയിരിക്കുകയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല 12-ാം വചനത്തിൽ മുബാറക് മഹാന ഇബ്നുൽ സക്കരിയ യഖാൻ കുഞ്ഞുമക്കൾ
നമുക്ക് കളിക്കാൻ പോകാമെന്ന് വളരെ ചെറിയ കുഞ്ഞായ യഹ്യയോട് പ്രിയപ്പെട്ടവരെ കൂട്ടുകാരായ മറ്റുള്ള കുട്ടികൾ പറയുമ്പോ മഹാനായ യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം കുട്ടിപ്രായത്തിൽ തന്നെ കളിക്കാൻ ക്ഷണിക്കുന്ന കുഞ്ഞു മക്കളോട് പറയുമായിരുന്നു, കളിക്കാനല്ല എന്നെ അല്ലാഹു ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്, കളിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല ഞാൻ. ആരാ പറയണത്? യഹ്യ എന്ന പ്രായമുള്ള പ്രവാചകനല്ല പറയുന്നത്. പിന്നെ ആരായുണ്ട്? ഇമാം ബഖീറിൽ കേവലം കുഞ്ഞുമോൻ ക്ഷണിക്കുന്ന എന്നത് കളിക്കാൻ അല്ലാഹു എന്തിനാ മാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ആരാധിക്കാൻ അല്ലാഹുവിനാണ് ുള്ളത്. ആ ബോധം പലപ്പോഴും പ്രായത്തിൽ 3 തന്നെ മഹാനായ ഞാൻ പറയുമായി ലഭിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ്, നിങ്ങൾ ഉറക്കെ പറഞ്ഞില്ലേ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാമിക രണ്ടാമത്തെ ലോകം കണ്ട നീതിമാനായ ഭരണാധികാരി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചില കുഞ്ഞുങ്ങൾക്കിടയിലൂടെ നടന്നു പോവുകയാണ്. ചില കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കിടയിലൂടെ മഹാനങ്ങൾ അങ്ങനെ ആളുകൾ നടന്ന് പിശാച് പോലും അതുവഴി വരില്ല ഉമറേ. പിശാച് പിന്നെ നീ നടന്നു വരുന്ന വഴിയിലൂടെ വരാൻ പിശാച് തയ്യാറാവൂല എന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ മഹാനാൻ. പിശാച് പോലും ഉമർ എന്നവരെ കണ്ടാൽ പേടിച്ചു പോയിരുന്നു എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹാബത്തിന് മുഴുവനും ഭയമായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ. സ്വഹാബത്തിനൊക്കെ ഭയങ്കര പേടിയായ ഒന്നാണ്. ദിവസം മദീനത്തെ പള്ളിയിൽ ചില പ്രത്യേകമായ കായിക പരിശീലനത്തിന് വേണ്ടി കുറെ ആളുകൾ വന്നു. ഹബശയിൽ നിന്നാണ് അവർ വന്നത്. മദീനത്തെ പള്ളിയിൽ അവർ കായിക പരിശീലനം നടത്തുകയാണ്. സ്വഹാബികൾ മുഴുവനും കാണികളായി ഇതെല്ലാം ശ്രദ്ധിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇത് കാണുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൾക്കിടയിലൂടെ മഹദിയായ സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹയും പ്രിയപ്പെട്ടവരെ ഈ പ്രത്യേകമായ കായിക പരിശീലനം നോക്കിക്കാണുകയാണ്. ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അങ്ങനെ നോക്കണ നേരത്ത് പെട്ടെന്നാണ് സ്വഹാബികൾ മുഴുവനും 4 ഭാഗത്തേക്ക് ചിതറിയോടുന്നത് കണ്ടത്. ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, എന്താ ഈ സ്വഹാബികളൊക്കെ ഓടാൻ കാരണം? എന്താണ് നബിയെ സംഭവിച്ചത്? ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറയാണ്, ആയിഷ, ഒന്നും സംഭവിച്ചിട്ടില്ല. ഉമർ ഇങ്ങോട്ട് വന്നതാണ്.
ഉമറിന്റെ വരവോടുകൂടെ സ്വഹാബികൾ 4 ഭാഗത്തേക്ക് ചിതറിയോടുകയാണ്. അത്രമേൽ ഉമറിനെ ആളുകൾക്ക് പേടിയാണ്, അത്രമേൽ ഉമറിനെ ആളുകൾക്ക് ഭയമാണ്. ആ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നടന്നു പോയപ്പോഴാണ് കുഞ്ഞുങ്ങൾ 4 ഭാഗത്തേക്ക് ചിതറിയോടിയത്. വലം യബ്റഹ് ഇബ്നു സുബൈർ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് എങ്ങോട്ടും ഓടിയില്ല. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അവിടെ തന്നെ നിൽക്കുകയാണ്. ഫഖാല ലഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകനോട് ചോദിക്കുകയാണ്, മാലക ലം തബ്റഹ്, അല്ല എല്ലാ കുഞ്ഞുങ്ങളും ഇവിടെ നിന്ന് ഓടിയപ്പോ നീ തന്നെ മറുപടി കൊടുക്കുകയാണ്. അപാരമായ പക്വതയും പാകതയും നൽകപ്പെട്ട മോൻ ാണ് ഈ വഴി ഇടുങ്ങിയ വഴിയല്ല, ഇത് വിശാലമായ വഴിയാണ്. ഞാൻ ഇവിടെ നിന്ന് മാറി നിന്ന് നിങ്ങൾക്ക് പോകാനുള്ള ഒരുമുള്ളൂ. ഇത് വിശാലമായ വഴിയാണ്, നിങ്ങൾക്ക് നടന്നു പോകാൻ ഇതിലെ സ്ഥലമുണ്ട്, പിന്നെന്തിന് ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കണം? പിന്നെ ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കണമെങ്കിൽ, നിങ്ങളെ കാണുമ്പോ എനിക്ക് പേടി തോന്നണമെങ്കിൽ ഞാൻ എന്തോ തെറ്റുകുറ്റങ്ങൾ ചെയ്തവനാകണം. അങ്ങനെ ഒരു കുറ്റം ഞാൻ ചെയ്തിട്ടില്ല, ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല, എങ്കിലല്ലേ ഞാൻ പേടിച്ചിവിടെ നിന്ന് ഓടേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ധൈര്യത്തോടെ നിന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ അപാരമായ ഒരു പ്രത്യേകമായ കഴിവ് നൽകപ്പെട്ട കുഞ്ഞുമക്കൾ ധാരാളം ഉണ്ടാകും, അല്ലെ? വളരെ അപൂർവം. ചില ആളുകൾക്കൊക്കെ അല്ലാഹു കൊടുക്കും, ചില കുഞ്ഞുങ്ങൾക്ക് ഒന്നും ഈ ഒരു കഴിവുണ്ടാകാനിടയില്ല, അല്ലെ? ശൈശവദശയിൽ, കുട്ടിപ്രായത്തിൽ ഇങ്ങനെ സത്യാസത്യങ്ങളെ വിവേചിച്ചറിയാൻ അവർക്ക് കഴിയൂല. അവർക്ക് എല്ലാവിധ കാര്യങ്ങളും അറിയിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്, രക്ഷിതാക്കളാണ്. സ്വന്തം കാര്യം നോക്കാനുള്ള പ്രാപ്തി ഉണ്ടാകുന്ന കുട്ടികൾ വളരെ കുറവാണ്. വളരെ അപൂർവം ചില കുഞ്ഞുങ്ങളെ അങ്ങനെ കാണുകയുള്ളൂ. ഈ പ്രാപ്തിയും പാകതയും പക്വതയും ഇല്ലാത്ത കുഞ്ഞുമക്കളെ ആ രൂപത്തിൽ പോറ്റി വളർത്തേണ്ടത് അത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. അതാണ് ഹബീബുന നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. മക്കളെ സ്നേഹിക്കുന്നതോടൊപ്പം ആവശ്യമായ ശിക്ഷണങ്ങളും അതേപോലെ ഇസ്ലാമികമായ അച്ചടക്കങ്ങളും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അഹിബ്ബൂ ഔലാദകും വഅഹ്സിനൂ അദബഹും. അഹിബ്ബൂ ഔലാദകും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നല്ലപോലെ സ്നേഹിക്കണേ, സ്നേഹമസൃണമായ ഇടപെടലുകൾ നടത്തണം നിങ്ങളുടെ മക്കളോട്. പക്ഷെ അതോടൊപ്പം വഅഹ്സിനൂ അദബഹും, അവർക്ക് നിങ്ങൾ ഇസ്ലാമികമായ അച്ചടക്കം നല്ലപോലെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നല്ലപോലെ അവരെ സ്നേഹിക്കണം, സ്നേഹലാളന മക്കൾക്ക് നൽകണം. സ്നേഹം കിട്ടേണ്ട ഇടങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടുകൾ എന്ന് പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് സ്നേഹം ലഭിക്കേണ്ടത്, ലാളന ലഭിക്കേണ്ടത് വീടുകളിൽ നിന്നാണ്, ഉമ്മ വാപ്പയിൽ നിന്നാണ്. അത് ലഭിക്കാതെ വരുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുമക്കൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികളൊക്കെ കണ്ണിൽ കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്നത്. അവർക്ക് സ്നേഹം അതേപോലെ ലാളനകൾ ലഭിക്കേണ്ടിടത്തു നിന്നത് ലഭിക്കാതിരിക്കുമ്പോഴാണ്. നമ്മുടെ നാടുകളിലൊക്കെ നമുക്ക് കാണുന്ന വേദനാജനകമായ കാഴ്ചയാണിത്. മധുര 17കാരികൾ മുതൽ 3-4 മക്കളുടെ ഉമ്മമാർ വരെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഉളുപ്പുമില്ലാതെ, ഒരു ഹയാവുമില്ലാതെ കണ്ണിൽ കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്ന വേദനാജനകമായ രംഗം നമ്മുടെ നാടുകളിലെ നിത്യകാഴ്ചയാവുകയാണ്. അത് ഈ കണ്ണൂരിലാണെങ്കിലും തലശ്ശേരിയിലാണെങ്കിലും കാസർഗോഡാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടുകളിൽ എവിടെയും നമ്മൾ കാണുന്ന വേദനാജനകമായ ഒരു കാഴ്ചയാണിത്. ആരുടെ കൂടെയാണ്, എന്തെന്നില്ലാതെ, ആരാണ്, അല്ലെങ്കിൽ അവന്റെ പെരുമാറ്റം എങ്ങനെയാണ്,
ഏത് രീതിയിലാണ് അവന്റെ പെരുമാറ്റം, അവന്റെ മതമേതാണ്, ജാതി ഏതാണെന്നും നോക്കാതെ കണ്ണിൽ കണ്ടവന്റെ കൂടെ ഇറങ്ങി ഓടുന്ന വേദനാജനകമായ കാഴ്ച. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളെ നല്ലവരിൽ പെടുത്തട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹം ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്നത് ലഭിക്കാതിരിക്കുമ്പോഴാണ് അത് ലഭിക്കുന്നവരുടെ കൂടെ നമ്മുടെ മക്കൾ ഓടിപ്പോകുന്നത്. വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണിത്. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുകയാണ്. قبل النبي صلى الله عليه وسلم الحسن بن علي رضي الله عنه. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുകയാണ് പുന്നാര നബി തങ്ങൾ. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ അഖ്റ ബിൻ ഹാബിസ് എന്ന ഒരു സഹാബി വരെയാണ് ഹബീബായ നബി തങ്ങളുടെ അരികിലുണ്ട്. ഒരു ഗ്രാമീണ മനുഷ്യൻ, ആ മനുഷ്യൻ പുന്നാര നബി തങ്ങൾ തന്റെ പേരക്കുട്ടിയെ ചുംബിക്കുന്നത് കണ്ടപ്പോ ഹബീബായ നബി തങ്ങളോട് പറഞ്ഞല്ലോ, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്നലി അശ്റതൻ മിനൽ വലദ്, എനിക്ക് 10 മക്കളെങ്ങാനുമുണ്ട് നബിയേ. മാ ഖബ്ബൽതു മിൻഹും അഹദാ, അവരിൽ ഒരാളെയും ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല നബിയേ. ഹബീബായ നബി തങ്ങൾ അത്ഭുതത്തോടെ ഫനവറ ഇലൈഹി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സഹോദരനെ മഹാനായ അഖ്റ ബിൻ ഹാബിസിനെ നോക്കുകയാണ് പുന്നാര നബി തങ്ങൾ. എന്നിട്ട് പറഞ്ഞു, അഖ്റേ, മല്ലാ യർഹം ലാ യുർഹം, മല്ലാ യർഹം ലാ യുർഹം. ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങളോട് കാരുണ്യം കാണിക്കാത്തവർക്ക് ഭാവിയിൽ ആ മക്കളിൽ നിന്ന് കാരുണ്യം ലഭിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് മാതാപിതാക്കളുടെ കണ്ണുനീരിനോടൊരു വിലയുമില്ലാതെ, അവര് പ്രയാസപ്പെടുന്നതിൽ യാതൊരു വിഷമവുമില്ലാതെ നമ്മുടെ മക്കൾ ഇറങ്ങിയോടുന്നത് എന്തുകൊണ്ടെന്നറിയോ? അവരിൽ നിന്ന് സ്നേഹവും കാരുണ്യവും ലഭിക്കാതിരിക്കുമ്പോഴാണ്. ഞാൻ ഓർത്തുപോകുന്നു, കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നാടിനടുത്തൊരു പെൺകുട്ടി, ഒരു 17കാരി ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഓടിപ്പോയപ്പോ ആ പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയാണ്. അങ്ങനെ കൗൺസിലറോട് പ്രിയപ്പെട്ടവരെ ആ പെൺകുട്ടി പറഞ്ഞ മറുപടി, കൗൺസിലർ ചോദിച്ചു, മോളെ, ഈ നിൽക്കുന്നത് നിന്റെ വാപ്പയാണ്, ഈ നിൽക്കുന്നത് നിന്റെ ഉപ്പയാണ്, ഉമ്മയാണ്. നിന്നെ 9 മാസം നൊന്ത് പ്രസവിച്ച, വളരെയേറെ കഷ്ടപ്പാടുകൾ നിനക്ക് വേണ്ടി അനുഭവിച്ച നിന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിനക്ക് വേണ്ടി പ്രിയപ്പെട്ടവർ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ച നിന്റെ വാപ്പ, ഇവരെ ഉപേക്ഷിച്ചിട്ട് എന്റെ നീ ഇവന്റെ കൂടെ പോകാൻ കാരണം എന്ന് ചോദിച്ചപ്പോ ആ പെൺകുട്ടി കൗൺസിലറോട് പറയുകയാണ്. ആ പെൺകുട്ടി കൗൺസിലറോട് പറയുന്ന മറുപടി വളരെ ഗൗരവത്തോടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണത്. ആ പെൺകുട്ടി പറയാണ്, ഞാൻ ഇനിയും പോകാൻ ആഗ്രഹിക്കുന്നത് എന്റെ ചേട്ടന്റെ കൂടെ തന്നെയാണ്. എത്രയോ കാലം ഇവരുടെ കൂടെ ഞാൻ ജീവിച്ചിട്ടുണ്ട്, ഒരുപാട് കാലം ഞാൻ ജീവിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട ഭൗതികമായ സൗകര്യങ്ങളെല്ലാം അവരെനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരിൽ നിന്ന് ആഗ്രഹിച്ചത് സ്നേഹമാണ്, ലാളനയാണ്. അതൊരിക്കലും എനിക്ക് അവരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. എന്റെ ഈ ഉമ്മയിൽ നിന്ന് വാപ്പയിൽ നിന്ന് സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അത് ഞാൻ അറിഞ്ഞത് ഇവനിൽ നിന്നാണ്. അതുകൊണ്ട് ഇവന്റെ കൂടെയാണ് ഞാൻ പോകുന്നതെന്ന് ഒരു 17കാരി കൗൺസിലറോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് 14 മുമ്പ് പറയാണ്, അഹിബ്ബൂ ഔലാദക്കും, മക്കളോട് നിങ്ങൾക്ക് സ്നേഹം വേണം, അവരോട് നിങ്ങൾക്ക് നല്ല അനുകമ്പ വേണം, ലാളന വേണം, സ്നേഹം വേണം. അവർക്ക് നല്ലപോലെ സ്നേഹം കൊടുക്കണം. വഅഹ്സിനൂ അദബഹു, നല്ലപോലെ ഇസ്ലാമികമായ ശിക്ഷണം നൽകുകയും വേണമെന്ന് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അൽ വലീദു സയ്യിദുൻ 7 സിനീൻ വഅബ്ദുൻ 7 സിനീൻ. ഹബീബായ നബിതങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ്, അൽ വലീദ്, ഒരു കുട്ടി
നമ്മുടെ കുട്ടികൾ സയ്യിദുൽ യജമാനനാണ് 7 സിനീൻ 7 കൊല്ലം, വഅബ്ദുൻ 7 സിനീൻ അടിമയുമാണ് 7 കൊല്ലം. നമ്മുടെ കുഞ്ഞുമക്കൾ 7 വർഷം നമ്മുടെ യജമാനനാണ്. വസയ്യിദുൻ വഅബ്ദുൻ 7 സിനീൻ 7 വർഷം കഴിഞ്ഞാൽ പിന്നെയുള്ള 7 വർഷം നമ്മുടെ അടിമയുമാണ് നമ്മുടെ മകൻ. എത്ര മനോഹരമായ വചനമാണത്, എത്ര മനോഹരമായ വാക്കാണത്. ആരാ പറയണത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. 7 വർഷം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ യജമാനനാണ്. അല്ലെ, അവർ പറയണൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. പാപ്പ അത് വേണം, ഉമ്മ ഇത് വേണം, അല്ലെ, സൈക്കിള് വേണം, അതേപോലെ പെണ്ണ് വേണം, എഴുതണം, എന്ത് പറയുമ്പോഴും നമ്മൾ അതനുസരിക്കണം. അവർ നമ്മുടെ യജമാനനാണ്. 7 കൊല്ലം സ്നേഹത്തോടെ അവർ പലതും ചോദിക്കുമ്പോ സ്നേഹത്തോടെ നമ്മളത് കൊടുക്കണം. കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ 7 കൊല്ലം അവർ നമ്മുടെ അടിമയുമാകണം. പിന്നെ നമ്മൾ അവർ ചോദിക്കണതൊക്കെ വാങ്ങിക്കൊടുക്കരുത്. പിന്നെ അവർ നമ്മുടെ അടിമയാണ്. അവർക്ക് നല്ല കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അരുതാത്ത കാര്യങ്ങൾ ചോദിക്കുമ്പോ മോനെ ഇത് നിനക്ക് പറ്റില്ല, മോനെ ഇത് നിനക്കിപ്പോൾ വേണ്ട മോനെ എന്ന് പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ മക്കൾ നല്ലവരും ചീത്തവരുമാകുന്നത്. അവിടെയാണ് നമ്മുടെ മക്കൾ മോശപ്പെട്ടവരാകുന്നത്. അവിടെയാണ് നമ്മുടെ മക്കൾ നന്നാകുന്നത്. أحسن أدب ابنك فإنك مسؤول عنه وهو مسؤول عن برك. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു സഹോദരനോട്, ഒരു ചെറുപ്പക്കാരനോട് പറയുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സ്വഹാബിയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. ഒരു ചെറുപ്പക്കാരനോട് പറയാണ്, യാ ഹാദാ, സഹോദരാ, അഹ്സിൻ അദബ ബനിക, നീ നിന്റെ മകനുള്ള ഇസ്ലാമികമായ ശിക്ഷണം നല്ലപോലെ നൽകണം. മകന് നല്ലപോലെ അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഫഇന്നക മസ്ഊലുൻ അൻഹു, അവനെ കുറിച്ച് നാളെ പരലോകത്ത് നിന്നോട് ചോദ്യമുണ്ടാകും. എങ്ങനെയാണ് അവനെ പോറ്റി വളർത്തിയതെന്ന്. വഹുവ മസ്ഊലുൻ, ആ കുട്ടിയും ചോദിക്കപ്പെടും നാളെ പരലോകത്ത്. അൻ ബിർരിക, നിനക്കെങ്ങനെ അവൻ ഗുണം ചെയ്തിട്ടുണ്ടോ? നീ വാപ്പാക്ക് നല്ലപോലെ കാരുണ്യം നടത്തി ചെയ്തിട്ടുണ്ടോ? വാപ്പാക്ക് വേണ്ടി നീ ദുആ ചെയ്തിട്ടുണ്ടോ? മകനോടും ചോദിക്കപ്പെടും, നിന്നോട് ചോദിക്കപ്പെടും, നിന്റെ മകന് നീ നന്മ പഠിപ്പിച്ചിട്ടുണ്ടോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സഹോദരനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞു പ്രായത്തിൽ നമ്മുടെ മക്കളെ നല്ലപോലെ നമ്മൾ സ്നേഹിക്കുകയും അവർക്ക് വേണ്ട അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയാൻ, ലോകം കണ്ട വലിയ താത്വികനാണ്, ലോകം കണ്ട മഹാനായ പണ്ഡിതനാണ്. ഒരുപാട് ഗുണദോഷങ്ങൾ, ഒരുപാട് ഉപദേശങ്ങൾ ഈ സമുദായത്തിന് നൽകിയ മഹാനരാണ് സയ്യിദുനാ ലുഖ്മാനുൽ ഹക്കീം അലൈഹി സ്വലാത്തു വസ്സലാം. തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങളിൽ മഹാനുഭാവന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശം കാണാം. ലർബുൽ വാലിദി ലിവലദിഹി കസ്സമാദി ലിസ്സർഇ. ലർബുൽ വാലിദി ലിവലദിഹി, വാപ്പ ഉമ്മ മകനെ അടിക്കുന്നത്, മകനെ ചീത്ത പറയുന്നത്, മകനോട് ദേഷ്യപ്പെടുന്നത് എല്ലാം കസ്സമാദി ലിസ്സർഇ, അത് കൃഷിക്കുള്ള വളം പോലെയാണ്. കൃഷിക്കുള്ള വളം പോലെയാണ്. തെങ്ങുകളും അതേപോലെ നല്ല മരങ്ങളുമൊക്കെ മുളക്കണമെങ്കിൽ, നല്ലപോലെ അത് വളരണമെങ്കിൽ അതിന് നമ്മൾ വളം നൽകണം. അതേപോലെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നമ്മൾ നൽകുന്ന ശിക്ഷണം, അവർക്ക് നൽകുന്ന വളമാണത്. അവർ നല്ലവരായി വളരണോ, അവർക്ക് നല്ലപോലെ നമ്മൾ അച്ചടക്കം പഠിപ്പിക്കണമെന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ തന്റെ മകനോട് പറയാൻ. അല്ലാഹുവിന്റെ ഖുർആൻ വളരെ വിശദമായി ഉമ്മത്തിനോട് പഠിപ്പിക്കുകയാണ്. വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. നല്ല ഭൂമിയിലാണ് നല്ല സസ്യങ്ങൾ മുളക്കുക,
മോശപ്പെട്ട ഭൂമിയിൽ ഒരിക്കലും നല്ല സസ്യങ്ങൾ മുളക്കുകയില്ലെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. എന്താണ് പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞതിന്റെ അർത്ഥം? മഹാന്മാരായ ഉലമാവ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പഠിപ്പിക്കുകയാണ്, നല്ല ഉമ്മമാരിലാണ് നല്ല മക്കൾ ഉണ്ടാവുക, മോശപ്പെട്ട ഉമ്മമാരിൽ ഒരിക്കലും നല്ല മക്കൾ ഉണ്ടാകൂല. എന്റെ വാല് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് വിനയപുരസരം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളുടെ കരങ്ങളിലാണ് മക്കളുടെ ഭാവിയുള്ളത്. പുരുഷന്മാരായ ഭർത്താക്കന്മാരായ ഈ ഇരിക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഉപജീവന മാർഗം തേടിപ്പോകുന്നവരാണ്. ജീവിതത്തിന്റെ രണ്ടറ്റം മുടിക്കാൻ പെടാപാടുപെടുന്നവരാണ്. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ വളരെയേറെ വൈകിയാണ് വീട്ടിലേക്ക് അവർ തിരിച്ചെത്തുക. അവരുടെ ബിസിനസ്സുകൾക്കിടയിൽ, ദുനിയാവിന്റെ തിരക്കുകൾക്കിടയിൽ, ഭാര്യമക്കളെ പോറ്റി വളർത്താനുള്ള സമ്പത്ത് ശേഖരിക്കുന്നതിനിടയിൽ അവർ ഒരുപാട് തിരക്കുകൾക്കിടയിലാണ്. ഉമ്മമാരെ, നിങ്ങളുടെ കൈകളിലാണ് മക്കളുള്ളത്. ആ മക്കളെ നന്നാക്കി എടുക്കേണ്ട ബാധ്യത എന്റെ വയല് കേൾക്കുന്ന ഉമ്മ നിങ്ങളിലാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഉമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് എന്നാണ്. മക്കള് നന്നാകുന്നതും മക്കള് മോശമാകുന്നതും ഉമ്മമാരിലൂടെയാണ്. അല്ലേ? നമ്മുടെ ഉമ്മമാരൊക്കെ സീരിയലിന്റെയും സിനിമകളുടെയും ഒക്കെ ഏറ്റവും വലിയ അടിമകളായാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ അവരെക്കാളും വലിയ അടിമകളായി മാറും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഇവിടെ എങ്ങനെ സഹോദരിമാർ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് ഇവിടുത്തെ ഉമ്മമാർ? അല്ലാഹു അലം. സാധാരണ നമ്മുടെ നാടുകളിൽ ഈ സമുദായത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, അല്ലേ, മഗ്‌രിബ് നമസ്കാരം അങ്ങോട്ട് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് പിന്നെ ചാനലുകളായ ചാനലുകളിന്റെ മുന്നിലാണ്. അല്ലേ? ഓരോ ചാനലുകൾ ഇങ്ങനെ മാറ്റിമറിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് 8-9 മണി വരെ അരമണിക്കൂർ ഇടവിട്ട് ഓരോ ചാനലുകളും ഇങ്ങനെ മാറ്റി മാറ്റി സീരിയലുകൾ കാണുന്ന തിരക്കിലാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ. ഇവിടുത്തെ ഉമ്മമാരെങ്ങനെ? അല്ലാഹു അലം. നമ്മുടെ ഉമ്മമാരൊക്കെ അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നിങ്ങൾ ആവേശത്തോടെ നാമ്യം പറയണം, അവർ നന്നാകണ്ടേ. അല്ലാഹു നമ്മുടെ ഉമ്മമാരൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാരെ നല്ലപോലെ ശ്രദ്ധിക്കണം. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് വഴുതിന് പോയപ്പോൾ പിന്നെ ഒരു പ്രത്യേകമായൊരു ലിസ്റ്റിൽ എനിക്ക് എഴുതി തന്നതാണ്. അതെ, യുവജനോത്സവങ്ങളിൽ പോകുന്ന ഉമ്മമാരെ സംബന്ധിച്ച് നല്ലോണം പറയണം എന്ന്. സ്കൂളുകളിലൊക്കെ കലാകായിക മത്സരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും ഒന്നാമതായി അവിടെ പോയിരിക്കുക നമ്മുടെ സഹോദരിമാരാണ്. അതുകൊണ്ട് നല്ല പോലെ ഒന്ന് പറയണം എന്ന്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ സഹോദരിമാരെക്കുറിച്ച് പലതും എഴുതിത്തരാറുണ്ട്. എൻ്റെ വഴുത് കേൾക്കുന്ന ഉമ്മമാരെ, അല്ലെ, എല്ലാ നല്ല കാര്യങ്ങളിലും ഉമ്മമാരുണ്ടാവും. അല്ല, ഇതുപോലെയുള്ള വഴുത് പരിപാടികൾക്കൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നമ്മുടെ സഹോദരിമാരുണ്ടാവും. എന്നാൽ അതേ ഉമ്മമാർ തന്നെ നമ്മൾ അപ്പുറത്തും കാണും. ജോലിസിനെ സമീപിക്കുന്നിടത്തവരുണ്ടാവും. അല്ലേ? അതേപോലെ സ്കൂളുകളിൽ നടക്കുന്ന മറ്റു പരിപാടികളിലെല്ലാം മുൻപന്തിയിൽ നമ്മുടെ സഹോദരിമാരുണ്ടാവും. തൂവക്കുന്നിലെ ഈ അനുഗ്രഹീതമായ പ്രദേശത്തെ എൻ്റെ വഴുത് കേൾക്കുന്ന സഹോദരിമാരോട് വിനയപുരസരം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഉമ്മമാരെ, നിങ്ങളാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ റോൾ മോഡൽ. നിങ്ങളെ കണ്ടിട്ടാണ് മക്കൾ നല്ലവരും മോശപ്പെട്ടവരുമാകുന്നത്. അല്ലേ? അല്ലാഹുവിൻ്റെ ഖുർആൻ 2 മക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട്. മഹാനായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട മകൻ സയ്യിദുന ഇസ്മാഈൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ലോകം കണ്ട മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 99 വയസ്സാകുമ്പോഴാണ് ഇസ്മായിൽ എന്ന മകനെ അല്ലാഹു സമ്മാനിക്കുന്നത്. ആ മകന് 2.5 വയസ്സെത്തിയപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് പറയാണ്, ആ മകനെ എന്റെ മാർഗത്തിൽ ബലിയർപ്പിക്കണമെന്ന്. ഫലമ്മാ ബലഗഹു സഅയ, ആ കുഞ്ഞുമോന് ഓടാനും ചാടാനും കഴിയുന്ന പ്രായമെത്തിയപ്പോ, ഏകദേശം 2.5 വയസ്സാണ് എന്നാണ് മഹാന്മാരായ ഉലമാ പറയുന്ന പ്രബലമായ അഭിപ്രായം. 2.5 വയസ്സെത്തിയപ്പോ മിനാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണ് പ്രിയപ്പെട്ട മകനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവിടെ കൊണ്ടുപോയി മകനോട് പറയാണ്, മോനെ, നിന്നെ അറുക്കാൻ ഞാൻ സ്വപ്നം കണ്ടിരിക്കുകയാണ്. എന്താണ് നിന്റെ അഭിപ്രായം എന്ന് നീ ആലോചിച്ച് പറയണം. ഒരാലോചനയുമില്ല ബാപ്പാ, എനിക്കൊന്നും ആലോചിക്കാനില്ല. യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. എൻ്റെ വാപ്പാ, എനിക്കൊന്നും ആലോചിക്കാനില്ല.
എന്താണോ പടച്ച തമ്പുരാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് അത് നിങ്ങൾ ചെയ്തോളൂ വാപ്പാ. എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചു കൊള്ളാമെന്ന് വാപ്പയോട് മകൻ അച്ചടക്കത്തോടെ മറുപടി പറയുകയാണ്. വളരെ അനുസരണയോടെ മറുപടി പറയുന്ന ഈ മകനെ കുറിച്ച് മഹാന്മാരായ ഉലമാ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്, മുഫസ്സിരിങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹാജറ എന്ന് പറയുന്ന നല്ല ഉമ്മ പോറ്റി വളർത്തിയ മകനായതുകൊണ്ടാണ് ഈ പൊന്നുമോൻ ഇത്ര വലിയ അനുസരണയുള്ള മകനായി മാറിയത്. ഹാജറ എന്ന നല്ല ഉമ്മ പോറ്റി വളർത്തിയ മകനായതുകൊണ്ടാണ്. ഹാജറ നല്ല ഉമ്മയാണ്, വിശ്വാസിനിയായ ഉമ്മയാണ്, അള്ളാഹുവിനെ പേടിക്കുന്ന നല്ല ഉമ്മയാണ്. ആ ഉമ്മയുടെ പൊന്നുമോനാണ് സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇനി മറ്റൊരു മകനെ അള്ളാഹു പരിചയപ്പെടുത്തി തരുന്നുണ്ട്, സയ്യിദുനാ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. ലോകം കണ്ട മഹാനായ പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. പ്രിയപ്പെട്ടവരെ, 950 കൊല്ലം അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിച്ച പ്രവാചകനാണത്. 950 കൊല്ലമാണ് വഅദ് പറഞ്ഞത്. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് മഹാനുഭാവനയിലൂടെ പരിശുദ്ധ ദീനിന്റെ തീരത്തേക്ക് കടന്നു വന്നത്. വളരെ ചുരുങ്ങിയ ആളുകളാണ് ഇസ്ലാം സ്വീകരിച്ചത്. സ്വന്തം ഭാര്യ പോലും മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ധിക്കരിക്കുന്ന വേദനാജനകമായ കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നത്. ആ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, യാ അല്ലാഹ് റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. എന്റെ അല്ലാഹ് പടച്ചവനെ, ഒരൊറ്റ വിശ്വാസികളെയും നീ ഇവിടെ ബാക്കി വെച്ചേക്കല്ല അല്ലാഹ്. ആ പ്രാർത്ഥനയുടെ ഫലമാണ് അതിശക്തമായ പേമാരി പെയ്യുന്നത്. അതിശക്തമായ ജലപ്രളയം ഉണ്ടാവുകയാണ്. ലോകം കണ്ട വലിയ ജലപ്രളയം. ആ ജലപ്രളയത്തിൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലുണ്ടാക്കുകയാണ്. ആ കപ്പലിൽ വിശ്വാസികളെ മുഴുവനും കയറ്റി മഹാനായ നൂഹ് നബി യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് പ്രിയപ്പെട്ട മകന് കൻആനിനെ ഒരു മലമുകളിലേക്ക് കയറുന്നത് കാണാനിടയായത്. മകനോട് പറഞ്ഞു, ഏതൊരു വാപ്പാക്കും മകനെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു പ്രിയപ്പെട്ടവരെ ഒരു അനുകമ്പയും ഒരു സ്നേഹവും ഉണ്ടാകുമല്ലോ. വാപ്പ മകനോട് പറഞ്ഞു, മകൻ വെള്ളപ്പൊക്കത്തിൽ നശിക്കാൻ പോവുകയാണ്, മകൻ ഈ വലിയ ജലപ്രളയത്തിൽ മുങ്ങാൻ പോവുകയാണ്. ആ മകനോട് വാപ്പ പറഞ്ഞു, യാ ബുനയ്യ ഇർകം മഅനാ, പൊന്നുമോനെ ഇർകം മഅനാ, ഞങ്ങളുടെ കൂടെ ഈ കപ്പലിൽ കയറിക്കൂടെ, അല്ലാഹുവിലൊന്ന് വിശ്വസിച്ചുകൂടെ, എന്തിനാണ് ഇങ്ങനെ ഈ ജലപ്രളയത്തിൽ നശിക്കാൻ ഒരുങ്ങുന്നത്? ധിക്കാരിയായ കൻആൻ എന്ന് പറയുന്ന മകന് വാപ്പയോട് മറുപടി പറയുകയാണ്, വാപ്പാ ഖാല സആവി ഇലാ ജബലി യഅ്സിമുനി മിനൽ മാ. എന്റെ വാപ്പാ, ഇല്ല വാപ്പാ, നിങ്ങളുടെ കപ്പലിൽ ഞാൻ കയറൂല. എനിക്ക് നിങ്ങളെ പടച്ചവനിൽ വിശ്വാസമില്ല, എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കണ്ട. ഞാൻ ഈ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ കാണുന്ന പർവ്വതങ്ങളെ ഉപയോഗപ്പെടുത്തും ബാപ്പ, നിങ്ങളുടെ കപ്പലിൽ ഞാൻ കയറൂല. ഫഹാല ബൈനഹുമൽ മൗജ്, അതിശക്തമായൊരു തിരമാല വന്ന് ആ വാപ്പയുടെയും മകന്റെയും ഇടയിൽ മറയിടുകയാണ്. ഫകാന മിനൽ മുഗ്റഖീൻ, ആ മകൻ മുങ്ങി നശിച്ചു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരുടെ ഇവിടെ നമ്മുടെ വിഷയം, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, കൻആൻ എന്ന് പറയുന്ന മകൻ ഇത്ര വലിയ ധിക്കാരിയായത് നൂഹ് നബിയുടെ കാഫിറത്തായ ഭാര്യ പോറ്റി വളർത്തിയ മകനായതുകൊണ്ടാണ്. ആ കുട്ടിയുടെ ഉമ്മ, കൻആൻ എന്ന് പറയുന്ന മകന്റെ ഉമ്മ കാഫിറത്താണ്, അവിശ്വാസിയായ പെണ്ണാണ്, അള്ളാനെ പേടിയില്ലാത്ത പെണ്ണാണ്. ആ പെണ്ണ് പോറ്റി വളർത്തിയ മകനായതുകൊണ്ടാണ് കൻആൻ ഇത്ര വലിയ ധിക്കാരിയായത് എന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിച്ചു തരികയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന ഉമ്മമാരോട് പറയാണ്,
വളരെ സ്നേഹത്തോടെ ലാളനയോടെ മക്കളെ പോറ്റി വളർത്തണം. അതോടൊപ്പം അവർക്ക് വേണ്ട ഇസ്ലാമികമായ ശിക്ഷണങ്ങളും നൽകണം. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതാണ് നമ്മുടെ ആയുസിന്റെ ഒന്നാമത്തെ ഘട്ടം, ശൈശവം, കുട്ടിക്കാലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആയുസിന്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അത് ശബാബ്, അത് യൗവനമാണ്. അല്ലേ? അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള, നമ്മളൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രായം, നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, യുവാക്കൾ, യൗവനത്തിന്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാർ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയിട്ടുള്ള ആയുസിന്റെ രണ്ടാമത്തെ ഘട്ടമാണ് യൗവനം. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, നിങ്ങൾക്കും അള്ളാഹു നൽകിയിട്ടുള്ള യൗവനം വളരെ ശ്രേഷ്ഠതയുള്ള, വളരെ പെട്ടെന്ന് നന്മകൾ സ്വീകരിക്കാനുള്ള പാകത്തിലാണ് ഈ ഘട്ടം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്ന് നന്മകൾ സ്വീകരിക്കാൻ പറ്റുന്ന പ്രായമാണത്. അല്ലേ? ആളുകൾക്ക് പെട്ടെന്ന് വശീകരിക്കാൻ പറ്റുന്ന പ്രായമാണ് പ്രിയപ്പെട്ടവരെ ഈ യൗവനം എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് ആളുകൾക്ക് വശീകരിക്കാൻ സാധിക്കും. അല്ലേ? ഒരുപാട് നമ്മുടെ ചെറുപ്പക്കാർ തീവ്രവാദത്തിന്റെ മേഖല സ്വീകരിക്കുന്ന ചെറുപ്പക്കാർ, അതേപോലെ തന്നെ പെട്ടെന്ന് പല വേണ്ടാത്തരങ്ങളിലേക്കും എടുത്തു ചാടുന്ന ചെറുപ്പക്കാർ, നന്മകൾ സ്വീകരിക്കാനും അതേപോലെ തന്നെ തിന്മകൾ സ്വീകരിക്കാനും ഒക്കെ പെട്ടെന്ന് പാകത്തിലുള്ള മനസ്സാണ് അവർക്കുണ്ടാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല ആ രൂപത്തിലാണ് അവരെ സംവിധാനിച്ചിട്ടുള്ളത്. വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഘട്ടമാണ് യൗവനം, യുവത്വം എന്നൊക്കെ പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിന്റെ 83-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഫമാ ആമന ലിമൂസാ ഇല്ലാ ദുർരിയതൻ മിൻ ഖൗമിഹി. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചത് അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്ന് ചെറുപ്പക്കാരായ ഏതാനും ചില ആളുകൾ മാത്രമാണ്. ഏതാനും ചില ചെറുപ്പക്കാർ. മഹാന്മാരായ ഉലമാ പറയാണ്, ശബാബും മിൻ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായേലിൽപ്പെട്ട വളരെ കുറഞ്ഞ ചെറുപ്പക്കാർ മാത്രമാണ് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ പെട്ടെന്ന് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചത്. പ്രായം ചെന്ന ആളുകൾ പലപ്പോഴും അവർ മാറി നിൽക്കുകയാണ് ചെയ്തത്. ചെറുപ്പക്കാർ, മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, വശബാബ് അഖ്ബലു ലിൽ ഹഖി വഅസ്റഉ ലഹു ഇൻഖിയാദാ, ഏറ്റവും നല്ല അനുസരണയുള്ളവരും പെട്ടെന്ന് വഴിപ്പെടുന്നവരും പെട്ടെന്ന് നന്മകളെ സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് ചെറുപ്പക്കാർ. അതുകൊണ്ടാണ് മൂസ നബിയെ കൊണ്ട് ചെറുപ്പക്കാര് പെട്ടെന്ന് വിശ്വസിച്ചത് എന്ന് അല്ലാഹു ബോധ്യപ്പെടുത്തി തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതേപോലെ അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി പറയുന്ന സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അന്നഹും ഫിത്യാ, അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകൾ ദഖിയാനൂസ് എന്ന് പറയുന്ന ധിക്കാരിയായ രാജാവിനെ പേടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട ചെറുപ്പക്കാർ. ഏതാനും ചില യുവാക്കളുടെ ചരിത്രം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്താണ്. ആ സൂറത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, ഏതാനും ചില ചെറുപ്പക്കാർ. ആ ചെറുപ്പക്കാരെ കുറിച്ച് അല്ലാഹു ഉപയോഗിച്ച പദം അന്നഹും കാനൂ ഫിത്യാ, അവർ യുവാക്കളായിരുന്നു എന്നതാണ്. യുവാക്കളായിരുന്നു അവർ, യൗവന സമയമായിരുന്നു അവരുടെ. അഖ്ബലുൽ ഹഖി, അവർ നന്മയെ സ്വീകരിക്കാൻ വളരെ എളുപ്പത്തിലുള്ള പാകത്തിലുള്ള സമയമാണത്. അതുകൊണ്ടാണ് അവർ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. പ്രായം ചെന്നവരെക്കാൾ നന്മയിലേക്ക് പെട്ടെന്ന് എത്തുന്നവരാണ് ചെറുപ്പക്കാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിഹാദാ കാന അക്സറുൽ മുസ്തജീബീന ലില്ലാഹി വലിറസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശബാബാ, അല്ലാഹുവിനും ഹബീബായ നബി തങ്ങൾക്കോ ഏറ്റവും കൂടുതൽ ഉത്തരം നൽകിയത് ചെറുപ്പക്കാരാണ് എന്ന് ചരിത്രത്തിലൂടെ നമ്മൾ വായിക്കുകയാണ്. നല്ല ആരോഗ്യ ദൃഢഗാത്രരായ
യുവാക്കളാണ് ഹബീബായ നബി തങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കൊടുത്തത്, ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വന്നത്. വഅമ്മൽ മശായിഖു മിൻ ഖുറൈശ്, ഖുറൈശികളിൽപ്പെട്ട പ്രായമേറെ ചെന്ന ആളുകൾ എന്താ ചെയ്തത്? അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളും അവരുടെ പഴയ മതത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അവരുടെ പഴയ ആശയം, പഴയ ആദർശം തന്നെ മുറുകെ പിടിക്കുകയാണ് ചെയ്തത്. വളരെ കുറഞ്ഞ പ്രായമുള്ള ആളുകളല്ലാതെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ പറയുന്ന ആദർശത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. വളരെ ചുരുങ്ങിയ പ്രായമുള്ള ആളുകളല്ലാതെ ചെറുപ്പക്കാരാണ് അധികവും വിശ്വസിച്ചത് എന്നാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ നല്ലവരിൽ പെടുത്തുമാറാകട്ടെ. എൻ്റെ വഅദ് കേൾക്കുന്ന മുഅ്മിനീങ്ങളിൽ ധാരാളം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഏറ്റവും പവിത്രമായ സമയമാണ് യൗവനം എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ആയുസ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണത്. ഈ പ്രായത്തിലാണ് നല്ല പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുക. നല്ല ആളുകൾക്ക് നല്ല പോലെ ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നത്, മോശപ്പെട്ട ആളുകൾക്ക് വേണ്ടത്ര തെമ്മാടിത്തം ചെയ്യാൻ പറ്റുന്നതൊക്കെ ഈ പ്രായത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഹബീബുന വഖായിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇമാം അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, മാ മിൻ ഷൈഇൻ അഹബ്ബു ഇലല്ലാഹി മിൻ ശാബിൻ തായിബ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ ആരെന്നറിയോ? തൗബ ചെയ്യുന്ന ചെറുപ്പക്കാരനാണ്. മിൻ ശാബിൻ തായിബ്, തൗബ ചെയ്യുന്ന ചെറുപ്പക്കാരനാണ്. അല്ലാഹുവിലേക്ക് പേടിച്ച് പേടിച്ച് മടങ്ങുന്ന ചെറുപ്പക്കാരൻ. യാ അല്ലാഹ്, എന്നിൽ നിന്ന് ഒരുപാട് പാപങ്ങൾ വന്നുപോയി റബ്ബേ. യാ അല്ലാഹ്, ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അല്ലാഹ്. ഇത് നിന്നോടുള്ള ധിക്കാരം കൊണ്ടല്ല അല്ലാഹ്, പിശാചെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. നീ എനിക്ക് മാപ്പ് ചെയ്യണേ അല്ലാഹ് എന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്ന ചെറുപ്പക്കാർ, അവരെയാണ് അല്ലാഹുവിന് ഏറെ ഇഷ്ടം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന് ഏറെ ഇഷ്ടം അത്തരം ചെറുപ്പക്കാരോടാണ്. മഹാനായ അല്ലാമ ഇബ്നു കസീർ തങ്ങൾ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, പ്രായമുള്ളവരും ചെറുപ്പക്കാരും ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ അമൽ ചെയ്യുകയാണ്. ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ അമലാണ് ചെയ്യുന്നത്. എന്നാൽ കൂടുതൽ പ്രതിഫലം അല്ലാഹു നൽകുന്നത് ചെറുപ്പക്കാരുടെ അമലിനാണ്. പ്രായമുള്ളവരെക്കാൾ കൂടുതൽ പ്രതിഫലം ചെറുപ്പക്കാരനാണ്. കാരണം ഏത് തോന്നിവാസത്തിന് വേണമെങ്കിലും ചെലവഴിക്കാനുള്ള ഒരു സമയമാണത്. എന്ത് തെമ്മാടുത്തോ വളരെ ധൈര്യത്തോടെ ചെയ്യാൻ പറ്റുന്ന പ്രായമാണത്. ആ പ്രായത്തിലും അവൻ അല്ലാഹുവിന് വേണ്ടി ആ സമയം നീക്കിവെച്ചു. അതുകൊണ്ട് അവൻ അല്ലാഹു കൂടുതൽ പ്രതിഫലം കൊടുക്കുകയാണ്. എന്റെ വാല് കേൾക്കുന്ന പ്രിയപ്പെട്ട പെൺകുട്ടികളോട്, അതേപോലെ കോളേജ് കുമാരന്മാരായ ചെറുപ്പക്കാരോടൊക്കെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അല്ലാഹു നൽകിയ ഈ പ്രായം ഇത് എൻജോയ് ചെയ്യാനുള്ളതാണെന്ന് മനസ്സിലാക്കരുത്. ദുനിയാവിലെ എൻജോയ് ചെയ്യാനുള്ളതല്ല പ്രിയപ്പെട്ടവരെ. ഈ ദുനിയാവെന്ന് പറയുന്നത് അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ, ഇത് മുഅ്മിനിന്റെ ജയിലറയാണെന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. വ ജന്നത്തുൽ കാഫിർ, അവിശ്വാസിയുടെ സ്വർഗമാണിത്. തെമ്മാടികളുടെ സ്വർഗമാണ് ദുനിയാവ്. അവർക്ക് വേണമെങ്കിൽ പുതുവത്സരങ്ങൾ ആഘോഷിക്കാം, അവർക്ക് ഡാൻസുകൾ നടത്താം, അവർക്ക് നിശാ ക്ലബ്ബുകളിൽ പോകാം, അവർക്ക് വലിയ വലിയ പാർട്ടികൾ നടത്താം. ഒന്നും വിഷയമല്ല. കാരണം അവരുടെ വീടാണ് ദുനിയാവ്, അവരുടെ ആസ്വാദനമാണ് ദുനിയാവ്. പക്ഷെ മുഅ്മിനായ ചെറുപ്പക്കാർക്ക് അങ്ങനെയല്ല. നമ്മുടെ എൻജോയ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും മനോഹരമായ മധുരിതമായ ജീവിതം അത് നാളെ പരലോകമാണ്, ആഖിറമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരലോകത്ത് നമുക്ക് ഖൈർ ചെയ്യട്ടെ. അവിടെ ആ ജീവിതം ആസ്വദിക്കാൻ, അവിടെ പറുദീസയായ അനുഗ്രഹങ്ങളുടെ പറുദീസയായ അനുഗ്രഹങ്ങളുടെ കലവറയായ സ്വർഗത്തിലെ സർവ്വ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻജോയ് ചെയ്യാനുള്ള ജീവിതമല്ല ഇത്, അല്ലേ?
കോളേജ് കുമാരിമാരൊക്കെ എൻജോയ് ചെയ്യാനുള്ള ലൈഫാണ് അല്ലേ? നമ്മുടെ പെൺകുട്ടികളൊക്കെ സുബ്ഹാനല്ലാഹ്, കോളേജുകളിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ, എല്ലാ പെൺകുട്ടികളും എല്ലാ ആൺകുട്ടികളും അല്ല, നല്ല ചെറുപ്പക്കാരും നല്ല ആൺകുട്ടികളും അതേപോലെ പെൺകുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും സങ്കടകരമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. മംഗലാപുരത്തൊക്കെ കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ച് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വലിയ സങ്കടം തോന്നുകയാണ്. നമ്മുടെ ഈ ഭാഗത്തു നിന്നൊക്കെ അവിടെ ട്രെയിനിൽ യാത്ര ചെയ്തു പോകുന്ന പെൺകുട്ടികളൊക്കെ ആ ഭാഗങ്ങളിൽ കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലരും മാതാപിതാക്കൾ കാണുന്നില്ല, അവർ കാണാത്ത ലോകത്ത് എന്തെല്ലാം തെമ്മാടിത്തരങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കട്ടെ. വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുസ്സാണിത്. ഈ സമയം ഒരാൾ അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചാൽ ഇന്നല്ലാഹ യുഹിബ്ബു ശാബ അല്ലദീ യഫ്നി ശബാബഹു ഫീ ത്വാഅത്തി റബ്ബി. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, യൗവനം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ചെറുപ്പക്കാരെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഫളു ശാബിൽ ആബിദ് الذي تعبد في شبابه على الشيخ الذي تعبد بعدما كبرت سنه. വളരെയേറെ പ്രായമായപ്പോ അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകളെക്കാൾ അള്ളാഹുവിനെ ചെറുപ്പം മുതൽ തന്നെ യൗവന സമയത്ത് തന്നെ ആരാധിക്കുന്ന ചെറുപ്പക്കാരുടെ ശ്രേഷ്ഠത എത്രയെന്നറിയോ? ഹബീബ് പറയാണ്, കഫദുലിൽ മുർസലീന അലാ സായിരിന്നാസ്. സാധാരണക്കാരായ ആളുകളെക്കാളും അള്ളാഹുവിന്റെ മുർസലീങ്ങൾക്ക് എത്ര ശ്രേഷ്ഠതയുണ്ടോ അത്രയും ശ്രേഷ്ഠതയാണ്. യൗവനകാലത്ത് 25-30 വയസ്സിന്റെ സമയത്തൊക്കെ നല്ലപോലെ ആ സമയം അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുന്ന ചെറുപ്പക്കാർ, അവർക്കുള്ള ശ്രേഷ്ഠത പ്രിയപ്പെട്ടവരും മുർസലീങ്ങളുടെ ശ്രേഷ്ഠതയാണ് എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ഒന്നുകൂടി ആവേശത്തോടെ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നല്ലപോലെ ശ്രദ്ധിക്കണം. നല്ലപോലെ അള്ളാഹു ഈ സമയം അവൻ്റെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ ഇരിക്കണ സമയമൊക്കെ എത്ര സുന്ദരമായ സമയമാണ്. ചെറുപ്പക്കാരെ, നിങ്ങൾക്കൊക്കെ അഭിമാനിക്കാം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ ഏറ്റവും പുണ്യം നൽകുന്ന സമയമാണിത് അല്ലേ? തഅല്ലുമുൽ ഇൽമി സാഅ, 1 മണിക്കൂർ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കൽ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടൽ, ഖൈറും മിൻ അൽഫി റക്അ, അത് 1000 റക്അത്ത് ഇബാദത്തിനേക്കാൾ, നിസ്കാരത്തെക്കാൾ വലിയ ഇബാദത്താണ്. 1000 റക്അത്ത് നിസ്കാരത്തെക്കാൾ പുണ്യകരമായ ഇബാദത്താണെന്ന് അമീനാന്റെ പൊന്നുമോൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ നഈം തങ്ങൾ തന്റെ ഹില്യ എന്ന കിതാബിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, മാ മിൻ ശാബ് യദഉ ലദ്ദത ദുനിയാ വലഹുവഹാ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ദുനിയാവിന്റെ സൗഭാഗ്യങ്ങളെ, ദുനിയാവിന്റെ ആഡംബരങ്ങളെ, അവനെ വേണമെങ്കിൽ കള്ളു കുടിക്കാമായിരുന്നു, അവനെ വേണമെങ്കിൽ വ്യഭിചരിക്കാമായിരുന്നു, അവന് വേണമെങ്കിൽ എന്ത് തോന്നിവാസവും ചെയ്യാമായിരുന്നു, ആ ദുനിയാവിൽ എന്ത് ആർഭാടങ്ങളിൽ വേണമെങ്കിലും അവൻ അഭിരമിക്കാമായിരുന്നു. ആ ആർഭാടങ്ങളെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന് വേണ്ടി ഒഴിവാക്കിയാൽ, അവന്റെ ആയുസ്സിനെ, അവന്റെ യൗവനത്തെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അവൻ ചെലവഴിക്കുകയും ചെയ്താൽ, അല്ലാഹു അവന് നൽകുന്നതാണ് 72 സിദ്ദീഖീങ്ങളുടെ പ്രതിഫലം അല്ലാഹു അവന് നൽകുന്നതാണ്. 72 മഹാന്മാരുടെ പ്രതിഫലം അല്ലാഹു ആ ചെറുപ്പക്കാരന് നൽകുന്നതാണ്. തീർന്നില്ല. പിന്നെ ആ ചെറുപ്പക്കാരനോട് അല്ലാഹു പറയും,
എന്റെ മാർഗത്തിൽ എല്ലാ വികാര വിചാരങ്ങളെയും ഒഴിവാക്കിയ പൊന്ന് ചെറുപ്പക്കാരാ, അൽ മുബ്തദലി ശബാബഹു ലീ, എനിക്ക് വേണ്ടി യൗവനം ചെലവഴിച്ച ചെറുപ്പക്കാരാ, അൻത ഇൻദി കബഅലി മലായികതി, നീ എന്റെ അരികിൽ എന്റെ ചില മലക്കുകൾക്ക് തുല്യമാണ്, എന്റെ ചില മലക്കുകൾക്ക് തുല്യമാണ്, നിനക്ക് എന്റെ അരികിൽ വലിയ മലക്കുകളുടെ സ്ഥാനമാണുള്ളതെന്ന് അത്തരം ചെറുപ്പക്കാരോട് ഖാലിഖായ പടച്ച തമ്പുരാന് പറയുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യൗവനം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മകനെ വിളിച്ചിട്ട് പറയുകയാണ്, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മകനോട് പറയാണ്, ഇന്നി അറാക ശാബ്, നീ നല്ല ചെറുപ്പക്കാരനാണ്, നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാരനാണ്, ഫസീഹു സദർ, നല്ല മാനസിക വിശാലതയുള്ള ചെറുപ്പക്കാരൻ, ബയ്യിനുൽ ലിസാൻ, നല്ല മനോഹരമായ വാക്ചാതുര്യമുള്ള ചെറുപ്പക്കാരനാണ് നീ. വഇന്ന ശാബ്, ഈ ചെറുപ്പക്കാരന്റെ കഥ നിനക്കറിയോ? യകൂനു ഫീഹി തിസ്അതു അഖ്ലാഖുൻ ഹസന, അവനിൽ 9 നല്ല സ്വഭാവങ്ങൾ ഉണ്ടാകും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാൻ, ചെറുപ്പക്കാരിൽ 9 നല്ല സ്വഭാവങ്ങൾ കാണും. വഖുലുഖുൻ സയ്യിഉൻ, അതുപോലെ ഒരു ചീത്ത സ്വഭാവവും കാണും. 9 നല്ല സ്വഭാവവും ഒരു മോശപ്പെട്ട സ്വഭാവവും. ഫയുഫ്സിദുൽ ഖുലുഖുസ് സയ്യിഉ വൽ അഖ്ലാഖൽ ഹസന, ഈ 9 മോശപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 9 നല്ല സ്വഭാവങ്ങളെ ആ ഒരൊറ്റ മോശപ്പെട്ട സ്വഭാവം മോശമാക്കി കളയുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മകനോട് പറയുകയാണ്. ഇമാം ബൈഹഖി തങ്ങൾ തന്റെ സ്വഹീഹിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ചെറുപ്പക്കാരിൽ 9 നന്മകൾ ഉണ്ടാവും എന്ന് പറഞ്ഞ ധാരാളം നന്മകൾ ചെറുപ്പക്കാരിൽ കാണും. ഒരൊറ്റ ഒരു തിന്മയും ഒരൊറ്റൊരു മോശപ്പെട്ട സ്വഭാവം കാണും. ആ ഒരു സ്വഭാവം മതി അവൻ്റെ എല്ലാ നന്മകളെയും മോശമാക്കി കളയാൻ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരെ, നല്ല പോലെ നന്മകൾക്ക് വേണ്ടി ഈ യൗവനം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലെ, 7 വിഭാഗം ആളുകളെ ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം 7 വിഭാഗം ആളുകൾ. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ളില്ലി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കുകയാണ്. അതിലൊരു വിഭാഗം ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. 7 വിഭാഗം ആളുകളെയും പരാമർശിക്കാൻ ഇവിടെ സമയത്തിന്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. ആ 7 വിഭാഗത്തിൽ ഒരാൾ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് വളർന്നു വരുന്ന ചെറുപ്പക്കാരനാണ്. അല്ലാഹു നമുക്ക് അർശിന്റെ തണൽ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വലിയ കാരുണ്യമാണ് അല്ലാഹു ചെറുപ്പക്കാർക്ക് നൽകിയിട്ടുള്ളത്. വലിയ റഹ്മത്താണ്, വലിയ കാരുണ്യമാണ്. അതുകൊണ്ടാണ് മഹാനായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. മഹാനായ ഇമാമുന ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ പറയാണ്, അന്നഹു ജാഅ ജിബ്രീലു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബി തങ്ങൾക്കരികിൽ വന്നിട്ട് പറയാണ്, യുമറുൽ ഹാഫിളാൻ, യുമറുൽ ഹാഫിളാൻ, മനുഷ്യന്റെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന 2 മലക്കുകളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിക്കുന്നതാണ്, അൻ അർഫഖ ബിഅബ്ദി മിൻ ഹദാസതി സിന്നിഹി ഹത്താ ഇദാ ബലഗൽ 40. സുബ്ഹാനല്ലാഹ്, മനോഹരമായ ഹദീസാണിത്.
ഹബീബായ നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഹാഫിളാനിയായ രണ്ട് മലക്കുകളോട് കൽപ്പിക്കപ്പെടും, അൻ അർഫഖാ ബിഅബ്ദി, എന്റെ അടിമകളോട് നിങ്ങൾ കരുണ ചെയ്യണേ, നിങ്ങൾ കാരുണ്യം കാണിക്കണേ, മിൻ ഹദാസതി സിന്നിഹി, അവരുടെ യൗവന സമയത്ത് അവരിൽ നിന്ന് വന്നുപോയ ചാപല്യങ്ങളെ, അവരിൽ നിന്ന് വന്നുപോയ സ്ഖലിതങ്ങളെ, അവരിൽ നിന്ന് വന്നുപോയ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളെ നിങ്ങൾ മായ്ച്ചു കളയണേ, അവരോട് നിങ്ങൾ കാരുണ്യം ചെയ്യണേ. ഹത്താ ഇദാ ബലഗൽ 40 ഖീല ഇഹ്ഫളാ വഹഖിഖാ, അങ്ങനെ ആ ചെറുപ്പക്കാരന് 40 വയസ്സാകുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ഹാഫിളാനിയായ ആ രണ്ട് മലക്കുകളോട് പറയും, ഇഹ്ഫളാ, ഇനി അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തണേ, വഹഖിഖാ, നിങ്ങളത് സ്ഥിരപ്പെടുത്തണേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഹാഫിളാനിയായ മലക്കുകളോട് പറയുമെന്ന് സയ്യിദുനാ മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബി തങ്ങളോട് പഠിപ്പിക്കുകയാണ്. ഇമാമുനാ ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുകയാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ഘട്ടം യൗവനമാണ്, ശബാബ് അല്ലെ, വളരെ നല്ല ആവേശത്തോടെ ഓടാനും ചാടാനും ഒക്കെ കഴിയുന്ന പ്രായം. നമ്മുടെ ഈ പ്രായം എത്ര മനോഹരമാണ്, എത്ര മനോഹരമാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടും അല്ലേ, ഈ ശക്തിയും അതേപോലെ ഈ പ്രസരിപ്പൊക്കെ നമ്മളിൽ നിന്ന് അങ്ങനെ മെല്ലെ മെല്ലെ അകന്നു പോവാണ് അല്ലേ. നമ്മുടെ താടിരോമങ്ങൾക്ക് തലമുടികൾക്കൊക്കെ മെല്ലെ മെല്ലെ വെളുത്ത നിറം വരികയാണ്. അതിനാ നമ്മൾ ഷെയ്ബ്, നര എന്നൊക്കെ പറയാം. നര ബാധിച്ചു തുടങ്ങും, ജരാനരകൾ ബാധിക്കുന്ന ഒരു സമയം വരും അല്ലേ. സുന്ദരമായി നടക്കാൻ കഴിഞ്ഞിരുന്നൊരു പ്രായം, അതൊക്കെ നമ്മൾക്ക് ഓർമ്മയായി മാറുന്നൊരു കാലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം വരെ ആഫിയത്തുള്ള ഒരു രൂപം നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. കുറേ കാലം ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കുറേ കാലം ജീവിക്കണം എന്നൊന്നുമില്ല, ജീവിക്കണത്രയും കാലം ആഫിയത്തോടെ ജീവിക്കണം. അതിനുവേണ്ടി ദ്വാരക്കണം അല്ലെ. അസ്അലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണേ എന്ന് ത്വാഹ റസൂലുള്ളാഹി. അതാണ് പ്രധാനം അല്ലേ. ഈ മരണത്തിന് മുന്നോടിയായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞയക്കുന്ന 3 ദൂതന്മാരുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 3 ദൂതന്മാരിൽ ഒന്ന് ബയാദു ശഅരിക ബഅദ സവാദി, നിന്റെ താടിരോമങ്ങളും തലമുടികളൊക്കെ നല്ല കറുത്ത രോമങ്ങൾ ഉണ്ടായിരുന്നു. മെല്ലെ മെല്ലെ ആ കറുത്ത രോമങ്ങളൊക്കെ വെളുത്ത രോമങ്ങളായി മാറുക, അത് മരണത്തിൻ്റെ ദൂതനാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോ നമുക്ക് അല്ലാഹു നൽകിയ ആയുസിന്റെ രണ്ടാമത്തെ ഘട്ടം യൗവനമാണ്. മൂന്നാമത്തെ ഘട്ടം കുഹൂലത്ത് എന്നാണ് അതിന് പറയാ, മധ്യവയസ്സ്. നമ്മുടെ ആയുസിന്റെ മൂന്നാമത്തെ ഘട്ടം കുഹൂലത്താണ്, മധ്യവയസ്സാണ്. ഏകദേശം 40 വയസ്സാവുന്നതോടുകൂടെ ആരംഭിക്കുന്ന സമയമാണത് മധ്യവയസ്സ്. 40 എന്നത് മെല്ലെ മെല്ലെ തികഞ്ഞ ആത്മീയതയിലേക്ക് മാറേണ്ട സമയമാണ്. പിന്നെ ചെറുപ്പകാലത്ത് നമുക്ക് നല്ല ആത്മീയത വേണം. ചെറുപ്പകാലത്ത് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ ആ സമയത്ത് സ്വാഭാവികമായ ചില സ്ഖലിതങ്ങൾ ഉണ്ടാകാം. 40 വയസ്സായാൽ പിന്നെ സഹോദരാ, പിന്നെ മെല്ലെ മെല്ലെ നല്ല ആത്മീയത നമ്മളിൽ ഉണ്ടാകണം. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, നല്ല ആത്മീയത നമ്മളിലേക്ക് വരേണ്ട സമയമാണ് ഒരു 10-40 വയസ്സൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലേ, ഹബീബായ നബി തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചത് 40 വയസ്സിലാണ്. ഒട്ടുമിക്ക പ്രവാചകന്മാർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റിസാലത്ത് കൊടുക്കുന്നത് ആ വയസ്സിലാണ്, 40 വയസ്സിലാണ്, ആ പ്രായത്തിലാണ്. പരിപൂർണമായ ഒരു നല്ല പ്രായമാണത്, വളരെയേറെ മഹത്വമുള്ള പ്രായമാണത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, മൻ അതാ അലൈഹിൽ 40, ഒരാളിൽ 40 വയസ്സെത്തിയാൽ ഫലം യഗ്ലിബ് ഖൈറുഹു ശർറാ, അവന്റെ നന്മയേക്കാൾ കൂടുതലുള്ളത് തിന്മയാണ്. 40 വയസ്സെത്തിയിട്ടും അവന്റെ തിന്മയാണ് ധാരാളമുള്ളത്, നന്മകൾ കുറവാണ്. എന്നാൽ
എന്റെ നാഥൻ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എന്നാലോചിച്ചുകൊണ്ടാണ് 40 വയസ്സിന് ശേഷം തെമ്മാടിത്തരങ്ങളിൽ നിന്ന് ഞാൻ മാറി നിന്നത് എന്ന് ഹജ്ജാജ് ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാൻ. അല്ലെ, അള്ളാനെ പേടിയില്ലെങ്കിലും ഉണ്ടല്ലോ ആൾക്കാർ കാണുന്നുള്ളൊരു മടി ഉണ്ടാവുമല്ലോ. അവർ കണ്ട എന്താ മനസ്സിലാക്കുക, അവർ കണ്ടാൽ എന്നെപ്പറ്റി എന്താ വിചാരിക്കുക എന്നുള്ളൊരു ഹയാ ഉണ്ടാവും. ആ ഹയാവും കൂടി നഷ്ടപ്പെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഹയാവും കൂടി നഷ്ടപ്പെട്ട കാലം അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ കോളേജ് കുമാരിമാരൊക്കെ സുബ്ഹാനല്ലാഹ് റെയിൽവേ സ്റ്റേഷനിലും അതേപോലെ തന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ ചിലപ്പോൾ ഒന്ന് നോക്കി. ഞാൻ ഈ അടുത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനൊക്കെ കാണിച്ചു തന്നു, എൻ്റെ കൂടെയുള്ളൊരു കൂട്ടുകാരൻ കാണിച്ചു തന്നു. 2 കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ, ഉസ്താദന്മാരൊക്കെ ഒരുപാട് ഉസ്താദന്മാർ അവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ മുന്നിൽ 2 കോളേജ് പഠിക്കുന്ന കുട്ടികൾ കാലിന് മുകളിൽ കാല് വെച്ചിട്ടായിരിക്കണത്. ഒരു കാലിൻ്റെ മുകളിൽ മറ്റൊരു കാല് വെച്ചിട്ടല്ലേ, അങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കണം. അതൊക്കെ ഒരു പെൺകുട്ടികളിൽ നിന്നൊരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ഹയാ പറ്റങ്ങട്ട് നഷ്ടപ്പെടുകയാണ്. ലജ്ജ നഷ്ടപ്പെട്ടാൽ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ഗുണമാണ് ഹയാ എന്ന് പറയുന്നത് അല്ലേ. പെണ്ണിൻ്റെ ഏറ്റവും വലിയ നന്മയാണ് ഹയാ. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ അവൾക്ക് എന്ത് വിലയുള്ളത്? പിന്നെ അവളെക്കുറിച്ച് പെണ്ണെന്ന് എങ്ങനെയാണ് നമ്മൾ പറയാ? പണ്ടൊരു മഹാൻ ഒരു പെണ്ണുങ്ങൾ ബസ്സിന് കൈ കാണിച്ചപ്പോൾ മഹാൻ പറഞ്ഞു അത്രേ, ഫസദസ്സമാൻ, കാലം വളരെ മോശമായി പോയല്ലോ. ആളുകൾ ചോദിച്ചു, എന്താണ് ഉസ്താദെ അങ്ങനെ പറയാൻ കാരണം? അല്ല, ഒരു പെണ്ണൊക്കെ ബസ്സിന് കൈ കാണിക്കാന്ന് പറഞ്ഞാൽ അത് പെണ്ണിന്റെ ഹയായിനോട് യോജിച്ചതല്ലല്ലോ. അതൊരു പെണ്ണിന്റെ ഹയായിനോട് യോജിച്ചതല്ലല്ലോ. ഒരു പെണ്ണ് ബസ്സിന് കൈ കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര മോശമാണ്. ആ മഹാനെങ്ങാനും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്താ പറയാ, എന്താണ് ആലോചിക്കുക, എന്താണ് ചിന്തിക്കുക? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് അല്ലേ. വേദികളിലൊക്കെ ഏറ്റവും ആദ്യം 10 കസേരയിട്ട വേഗം വന്നിരിക്കും മുമ്പിൽ നമ്മുടെ പെണ്ണുങ്ങൾ, നമ്മുടെ സഹോദരിമാർ. എല്ലായിടത്തും പെണ്ണുങ്ങളാണ് അല്ലേ. നാടും നഗരവും പഞ്ചായത്തും ഒക്കെ ഭരിക്കുന്നത് സഹോദരിമാരാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ അന്ത്യനാളിൻ്റെ അടയാളമാണെന്ന് ത്വഹ റസൂലുള്ളാഹ്. നിങ്ങൾ ഉറങ്ങിയോ? നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ നബി തങ്ങൾ പറയാൻ, ഹയാ നഷ്ടപ്പെടുക ആഖിർ സമാനിന്റെ അടയാളമാണത്. സയഅതി സമാനുൻ അലാ ഉമ്മതി, എൻ്റെ ഉമ്മത്തിനൊരു കാലം വരും, ലാ യുത്തബഉ ഫീഹിൽ ആലിം, ആലിമിനെ പിന്തുടരപ്പെടാത്ത കാലമാണത്. ആലിമീങ്ങൾ പറയുന്നത് കേൾക്കാത്ത കാലമാണത്. വലാ യുസ്തഹയാ ഫീഹി മിനൽ ഹലീം, മാന്യന്മാരെ കാണുമ്പോൾ ഒരു നാണമുണ്ടായിരുന്നു. ആ ഹയാ, ആ നാണം ഇല്ലാത്ത കാലം വരിക ആഖിർ സമാനിന്റെ അടയാളമാണ് അല്ലേ. മാന്യന്മാരുടെ നമ്മുടെ അല്ലെ കാരണവന്മാരൊക്കെ കാണുമ്പോൾ ഒരു മടി ഉണ്ടാവും അല്ലേ. ഒറ്റക്കുണ്ടാകുമ്പോൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ ചിലപ്പോൾ മാന്യന്മാരെ കാണുമ്പോൾ ചെയ്യാനൊരു മടി ഉണ്ടാവും. ആ മടി, ആ ഒരു ഹയാ നഷ്ടപ്പെടുക, അത് ആണിൽ നിന്നായാലും പെണ്ണിൽ നിന്നായാലും ആ ഹയാ ഒക്കെ നഷ്ടപ്പെടുക അന്ത്യനാളിൻ്റെ അടയാളമാണ്. എൻ്റെ വാഴ് കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നമ്മൾ ആഖിർ സമാനിൻ്റെ അടയാളമാണ് എന്നാണ് അർത്ഥം. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഹയാ വേണം, അതാണിനും പെണ്ണിനും വേണം. പ്രത്യേകിച്ച് ഉമ്മമാരോട് പറയാൻ, പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പെൺകുട്ടികളോട് പറയാണ്, നിങ്ങൾക്കാണ് ഏറ്റവും വലിയ ഹയാ വേണ്ടത്. അൽ ഹയാഉ ശുബത്തുൻ മിനൽ ഈമാൻ, ഈമാനിന്റെ ഒരു ഭാഗമാണ് ഹയാ. ഈമാനിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഹയാ. പെണ്ണേ, ഹയാ നിനക്ക് നഷ്ടപ്പെട്ടാൽ എങ്ങനെയാ നിന്നെ പെണ്ണ് എന്ന് പറയാ? പെണ്ണിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ വിശേഷണമാണ് ഹയാ. അത് നഷ്ടപ്പെട്ടാ പിന്നെ പ്രിയപ്പെട്ടവരെ, നിന്നെ കുറിച്ച് പെണ്ണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഹയാ പ്രധാനമാണ്. മഹാനായ ഹജ്ജാജ് ഇബ്നു അബ്ദുല്ലാഹിൽ ഹിക്മ എന്നവർ പറയാണ്, 40 കൊല്ലം ജനങ്ങളെ മടിച്ചുകൊണ്ട് ഞാൻ തെറ്റുകൾ ഒഴിവാക്കി. 40 വർഷത്തിന് ശേഷം ഹയാ അല്ലാഹുവിൽ നിന്ന് നാണിച്ചുകൊണ്ട് ഞാൻ തെറ്റുകളിൽ നിന്ന് മാറി നിന്നു. അതിമനോഹരമായി കവി പഠിപ്പിക്കുകയാണ്. ഇബ്നു ഗഫീർ തങ്ങൾ തന്റെ സ്വഹീഹിൽ പഠിപ്പിച്ചതിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്,
فلما علاه قال للباطل ابتلي. യൗവന സമയത്തൊക്കെ കുറെ തെമ്മാടിത്തരങ്ങളൊക്കെ ചെയ്ത മനുഷ്യൻ അവന്റെ തറയിൽ ജരാനരകൾ ബാധിച്ചപ്പോ അവനൊരു 40 വയസ്സെത്തിയപ്പോ, അവൻ മധ്യവയസ്കനായപ്പോ തെമ്മാടിത്തരങ്ങളോട് അവന് രാജിയാവുകയാണ്. ഇല്ല ഇല്ല, ഇനി തെറ്റ് ചെയ്യാൻ ഞാനില്ല എന്ന് പറയുന്നവർ മനോഹരമായി കവി പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കുഹൂലത്തിന്റെ സമയം, ഈ മധ്യവയസ്കനാകുന്ന നേരം, അത് പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ നന്മ അധികരിപ്പിക്കേണ്ട സമയമാണത്. കാരണം 40 വയസ്സെത്തിയിട്ടും ഒരാളുടെ തിന്മയേക്കാൾ നന്മയേക്കാൾ കൂടുതൽ തിന്മയാണുള്ളതെങ്കിൽ അയാൾക്ക് നരകമാണ് ഭവനമെന്ന് പഠിപ്പിച്ചത് മറ്റാരുമല്ല, അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇദൽ മർഉ വഫൽ 40 വലം യകുൻ ലഹു ദൂന മാ യഹ്വാ ഹയാഉൻ വലാ സിത്റു ഫദഹു വലാ തൻഫിസ് അലൈഹി അല്ലദീ മളാ വഇൻ ജറ അസ്ബാബൽ ഹയാതി ലഹുൽ ഉംറു. കാഫിലോകത്തെ കുലപതികൾ ഓർമ്മപ്പെടുത്തുകയാണ്, 40 വയസ്സെത്തിയിട്ടും തെമ്മാടിത്തരങ്ങൾ ഒഴിവാക്കാതെ വീണ്ടും മരതായ്മകൾ ചെയ്ത് നടക്കുന്ന ആളുകളെ നിങ്ങൾ ഒഴിവാക്കണേ. നിങ്ങൾ അവരോട് കൂടെ നടക്കരുത്, അവരെ നിങ്ങൾ കൂട്ടുകാരാക്കരുത് എന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നല്ലവണ്ണം ജാഗ്രത പുലർത്തേണ്ട സമയമാണ് 40 വയസ്സെത്തിയ മധ്യവയസ്കന്മാരാകുന്ന ആ ഒരു സമയം. എന്റെ വാല് കേൾക്കുന്ന മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മധ്യവയസ്കൻ അത് കഴിഞ്ഞാൽ പിന്നെ അവൻ പോകുന്നത് വാർദ്ധക്യത്തിലേക്കാണ്. അവൻ വന്യവയോധികനാവുകയാണ്. ഏറ്റവും കൂടുതൽ ആത്മീയതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. കാന അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു യസൂമു ഫിൽ ഹർരി. മഹാനായ സ്വഹാബി വര്യൻ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഉഷ്ണകാലത്ത്, വല്ലാതെ ചൂടുള്ള കാലത്ത് പോലും നോമ്പെടുത്തപ്പോ സുഹൃത്തുക്കളായ സഹാബികൾ ചോദിച്ചു, അന്ത ശൈഖുൻ കബീർ, വന്യവയോധികനല്ലയോ നിങ്ങൾ, വന്യവയോധികനല്ലയോ നിങ്ങൾ, നിങ്ങൾ ഈ സമയത്തും ഇങ്ങനെ എന്തിനാണ് വല്ലാതെ കഷ്ടപ്പെട്ട് നിങ്ങൾ ആരാധിക്കുന്നത്? എന്തിനാണ് ഏറെ കഷ്ടപ്പെട്ട് നിങ്ങൾ നോമ്പെടുക്കുന്നത്? മഹാനായ വന്യവയോധികനായിരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്യനായ ട്രഷററായിരുന്ന നമ്മുടെ തൊട്ടടുത്ത ജില്ലക്കാരനായിരുന്ന മഹാനായ പാറന്നൂർ ഉസ്താദിനോട് പ്രിയപ്പെട്ടവരെ മരിക്കുന്നതിന്റെ വഫാത്താകുന്നതിന്റെ തലേ ദിവസം തന്റെ വീടിന്റെ മുറ്റത്തുള്ള പള്ളിയിലേക്ക് പോയപ്പോ ആളുകൾ ചോദിച്ച പോലെ, എന്തിനാണ് ഉസ്താദേ, എന്തിനാണ് ഉസ്താദ്, എന്ത ശൈഖുൻ കബീർ, അങ്ങ് വന്യവയോധികനല്ലയോ, ഈ പ്രായത്തിലും അങ്ങെന്തിനാണ് ഇത്രയേറെ കഷ്ടപ്പെട്ട് വേച്ച് ആളുകളുടെ ചുമരിൽ കൈയിട്ട് തൂങ്ങിയിട്ട് പള്ളിയിലേക്ക് വരേണ്ടതിന്റെ വല്ല കാര്യവുമുണ്ടോ? സുബ്ഹാനല്ലാഹ്. മഹാനായ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ഉഇദ്ദുഹു ലിയൗമിൻ തവീൽ, ദീർഘമായ ഒരു നാളേക്ക് വേണ്ടി, ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ ഈ അമലുകളെയൊക്കെ തയ്യാർ ചെയ്യുകയാണ്. ദീർഘമായ ഒരു ദിവസം വരാനുണ്ട്, വളരെ ദൈർഘ്യമേറിയ ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തേക്ക് ഞാൻ തയ്യാർ ചെയ്യുകയാണ് ഈ അമലുകളൊക്കെ എന്ന് മഹാനായ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജരാനരകൾ ബാധിച്ചു തുടങ്ങുന്ന സമയം അല്ലേ, മുൻപോട്ട് കുനിഞ്ഞു നടക്കുന്ന നേരം, എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി തങ്ങൾ പറയാണ്, മരണത്തിന്റെ ദൂതനായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞേക്കുന്ന രണ്ടാമത്തെ കാര്യം, നിന്റെ ശരീരം കുനിഞ്ഞു പോകലാണ്, മുന്നോട്ടേക്ക് കുനിയലാണ്. നല്ലപോലെ നീണ്ടു നിവർന്നിരുന്നൊരു പ്രായം കഴിഞ്ഞതിന് ശേഷം
तेरी की वजह से न जुगी मेरी कम्र हुजूर, तेरी की वजह से न जुगी मेरी कम्र हुजूर, मैं झुक कर देख चाहूं मेरा जवानी किधर गई है, मैं झुक कर देख चाहूं मेरा जवानी किधर गई है. മുസ്ലിം ലോകത്തിന്റെ ദാർശനിക കവി അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ പാടിയതുപോലെ വന്യവയോധികനായ മനുഷ്യൻ മുമ്പോട്ട് കുനിഞ്ഞു കുനിഞ്ഞു നടക്കുമ്പോഴും അവന്റെ ഹൃദയാന്തരാളങ്ങളിൽ അവൻ കരുതുന്നത് എന്തെന്നറിയോ? അവൻ ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്തെന്നറിയോ? അവന് പറയാതെ പറയുന്ന വചനം എന്തെന്നറിയോ? നരജവാനീ കിദർ ഗയി ഹേ. ഭൂമിയിലേക്ക് കുനിഞ്ഞു കുനിഞ്ഞു നടക്കുമ്പോ അവൻ അന്വേഷിക്കുന്നത് അവന്റെ ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ യൗവനത്തെയാണ്, അവന്റെ യൗവനത്തെയാണ്. നല്ലപോലെ നടക്കാൻ കഴിഞ്ഞിരുന്നൊരു പ്രായം, ആ പ്രായത്തെയാണ് അവൻ ആഗ്രഹിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, അലാലൈത ശബാബ യഊദു യൗമാ ഫൗഖ്ബിറഹു ബിമാ ഫഅലൽ മശീബു. മനോഹരമായ ഒരു കവി പഠിപ്പിക്കുകയാണ്. അലാലൈത ശബാബ യഊദു യൗമാ, എന്റെ യൗവനം എന്നിലേക്ക് മടങ്ങി വന്നിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയം. ഇതാണ് മരണത്തിന്റെ രണ്ടാമത്തെ ദൂതൻ. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ ബാധിച്ച് പ്രയാസപ്പെടുന്നൊരു നേരം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 3 ദൂതന്മാരാണ് മരണത്തിന് മുന്നോടിയായി വരിക. 2 ഞാൻ പറഞ്ഞു. താടിരോമങ്ങൾ തലമുടികളൊക്കെ വെളുത്തു പോവുക. താടിരോമങ്ങളും തലമുടികളൊക്കെ വെളുക്കുമ്പോൾ നമ്മുടെ ഭാര്യമാർ നമ്മൾ പറഞ്ഞേക്കും. ചില ആളുകളെങ്കിലും അവരുടെ വാക്ക് കേട്ട് പ്രിയപ്പെട്ടവരെ ബ്യൂട്ടി പാർലറുകളിൽ പോയി താടി മുടിയൊക്കെ കറുപ്പിക്കുന്ന ആളുകളെ കാണും നമ്മുടെ ഇടയിൽ, അല്ലേ? താടിമുടികളും ഒക്കെ കറുപ്പിക്കുന്ന ആളുകളെ കാണാം. സുബ്ഹാനല്ലാഹ്, നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. വളരെ വലിയ തെറ്റാണ്, വലിയ പാതകമാണ്, വളരെ ഗൗരവമേറിയ തെറ്റാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഭാര്യമാരുടെയൊക്കെ വാക്ക് കേട്ട്, അല്ലേ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് പ്രായമുള്ളവളായിപ്പോ, പ്രായമുള്ളയാളായല്ലോ. അപ്പുറത്തെ അയൽവാസികളൊക്കെ എപ്പോഴും നല്ല ചുറുചുറുക്കോടെ നടക്കുമ്പോ നിങ്ങളിങ്ങനെ പ്രായമുള്ളവനായി വയസ്സനായി നടക്കുന്നത് കാണുമ്പോ എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ മടിയുണ്ടെന്ന് ചില ഉമ്മമാരെങ്കിലും ചില ഭാര്യമാരെങ്കിലും പറഞ്ഞേക്കാം. ആ വാക്ക് കേട്ട് പാവം നേരെ പോയി എല്ലാം കറുപ്പിക്കുകയാണ്. ചെറുപ്പക്കാരനാകാൻ, യൗവനത്തിന്റെ തുടിപ്പുള്ള പ്രസരിപ്പുള്ള യുവാവാകാൻ പൊന്നു സഹോദരാ ചെയ്യരുത്. മുഅ്മിനീങ്ങളെ അല്ലാഹു നല്ല ബോധം നൽകട്ടെ. വാർദ്ധക്യം അല്ലാഹു നൽകുന്ന ബഹുമതിയാണ്. അല്ലാഹു നൽകുന്ന ഒരു വലിയ ബഹുമതിയാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. അതാരും ഒരു പ്രയാസമായി കാണേണ്ട വിഷയമല്ല. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇമാം അഹ്മദ് തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ പ്രവാചകർ പറയാണ്, മാ മിൻ മുഅമ്മരിൻ യുഅമ്മറു ഫിൽ ഇസ്ലാമി 40 സന. ഇസ്ലാമിലായി ഒരാൾക്ക് 40 വയസ്സെത്തിയാൽ, ഇസ്ലാമിലായി 40 വയസ്സെത്തിയാൽ, മുസ്ലിമായി ഒരാൾക്ക് 40 വയസ്സായാൽ, ഇല്ലാ സറഫല്ലാഹു അൻഹു സലാസത അൻവാഇൻ മിനൽ ബലാ, 3 പരീക്ഷണങ്ങൾ അയാളെ തൊട്ട് അല്ലാഹു നീക്കം ചെയ്യുന്നതാണ്. ഒരാൾക്ക് ഇസ്ലാമിലായി മുസ്ലിമായി 40 വയസ്സെത്തിയാൽ 3 വലിയ പരീക്ഷണങ്ങൾ അയാളിൽ നിന്ന് അല്ലാഹു മാറ്റുന്നതാണ്, നീക്കം ചെയ്യുന്നതാണ്. അൽ ജുനൂൻ, ഒന്ന് ഭ്രാന്താണ്. വൽ ജുദാം, മറ്റൊന്ന് കുഷ്ഠരോഗമാണ്. വൽ ബറസ്, മറ്റൊന്ന് വെള്ളപ്പാണ്ട് രോഗമാണ്. ഈ വളരെ പ്രയാസമേറിയ 3 രോഗങ്ങള്, 3 ഇനം പരീക്ഷണങ്ങള് റബ്ബ് സുബ്ഹാനഹു വ തആല അയാളിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് ത്വാഹാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് ഫഇദാ ബലഗ 50 സന, അങ്ങനെ അയാൾക്ക് 50 വയസ്സെത്തിയാലോ ലയ്യനല്ലാഹു അലൈഹിൽ ഹിസാബ്, അയാളുടെ ഹിസാബിനെ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. 50 വയസ്സ് മുസ്ലിമായി ഒരാൾക്ക് എത്തിയാൽ അയാളുടെ ഹിസാബിനെ, വിചാരണയെ അല്ലാഹു എളുപ്പമാക്കുന്നതാണ്. ഫഇദാ ബലഗ 60 സന, ഒരാൾക്ക് 60 വയസ്സെത്തിയാൽ റസഖഹുല്ലാഹുൽ ഇനാബത ഇലൈഹി ബിമാ യുഹിബ്ബു, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരാൾക്ക് 60 വയസ്സെത്തിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അയാൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ച് പേടിച്ച് മടങ്ങാനുള്ളൊരു മാനസിക വിശാലത നൽകുന്നതാണ്. മുസ്ലിമായി 60 വയസ്സായാൽ ഇസ്ലാം എങ്ങനെ വേണമോ ആ രൂപത്തിൽ മുസ്ലിമായാലാണ് ഈ പറയുന്നത്. എങ്ങനെയെങ്കിലൊക്കെ കാനേഷുമാര് മുസ്ലിമായാലല്ല, OBC മുസ്ലിമാനല്ല. പ്രിയപ്പെട്ടവരെ, എങ്ങനെയെങ്കിലുമുള്ള മുസൽമാനായാലല്ല, പിന്നെയോ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ പഠിപ്പിച്ചതുപോലെ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയാദർശങ്ങൾക്കനുസൃതമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരു മുസൽമാൻ, അവന് മുസ്ലിമായി 60 വയസ്സെത്തിയാൽ അല്ലാഹുവിന്റെ റസൂല് പറയാണ് അൽ ഇനാബത ഇലൈഹി, അല്ലാഹുവിലേക്ക് ഖേദിച്ച് പേടിച്ച് മടങ്ങാനുള്ളൊരു മാനസികമായ വിശാലത അല്ലാഹു നൽകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ വേണ്ട ഒരു മാനസികമായ ഒരു വിശാലതയാണത്, നമുക്കൊക്കെ വേണ്ട ഒരു സ്വഭാവമാണത്. തെറ്റുകുറ്റങ്ങൾ മനുഷ്യരായ നമ്മളിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യ സഹജമാണ്. തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകാം, രഹസ്യമായും പരസ്യമായും മരുതായ്മകൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തല്ലോ, ഇനി ഞാൻ പൊരുത്തപ്പെടിച്ചിട്ടെന്ത് കാര്യമാണെന്ന് ചിന്തിച്ച് അല്ലാഹുവിന്റെ റഹ്മത്തിന് തൊട്ട് നിരാശരാകരുത്. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശനാകരുത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്ത് വേണം? ഉത്ലുബ് മസാബം ബിന്നദാമതി മുഖ്ലിയ വബിഅസ്മി തർകിൽ ദംബി ഫീമാ ഇസ്തഖബലാ وبراءة من كل حق الآدمي ولهذه الأركان فرع وكملا. മഹാനായ മഖ്ദൂമ തങ്ങൾ മനോഹരമായി തന്റെ അദ്കിയയിൽ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിലേക്ക് ഖേദിച്ച് പേടിച്ച് മടങ്ങണേ. അതാണ് ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, വഅനീബൂ ഇലാ റബ്ബിക്കും وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. അല്ലാഹുവിന്റെ ഭയാനകമായ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ച് പേടിച്ച് മടങ്ങണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് മാനസികമായ വിശാലത നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ നബി തങ്ങൾ പറയാണ്, 60 വയസ്സെത്തിയാൽ അല്ലാഹുവിലേക്ക് ഖേദിച്ച് പേടിച്ച് മടങ്ങാനുള്ളൊരു മനസ്സ് തരും എന്ന്. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ ഉറക്കെ ആമീൻ പറഞ്ഞില്ലല്ലോ, അടുത്ത് നിർത്താനായോ? കുറച്ചുകൂടി പറയാവോ വിഷയത്തിൻ്റെ പൂർത്തീകരണം? സമയാവസ്ഥ അതില്ലേ? ഇൻഷാ അല്ലാഹ്. സൗണ്ട് കുറച്ചോ? എൻ്റെ സൗണ്ട ഉറക്കേണ്ടത് മൈക്കിൻ്റെ സൗണ്ടാ? മൈക്കിൻ്റെ സൗണ്ട് ഉറക്കണം എന്നാണ് പറയുന്നത്. പിന്നെ നമുക്കിവിടെ അല്ലേ കുറച്ച് സമയം ഞാൻ പെട്ടെന്ന് നിർത്തണം. 1-2 ഹദീസുകൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. വളരെ വിശാലമായ വിഷയമാണ്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില മർമ്മങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹബീബ് പറയാൻ, അള്ളാഹുവിൻ്റെ റസൂല് പറയാൻ, ഫഇദാ ബലഗ 70 സന. സൗണ്ട് കുറക്കുമ്പോൾ അതിൻ്റെതായ ചില പാർശ്വഫലങ്ങൾ കാണും. കുഴപ്പമില്ല, അതിനെ കൂട്ടണ്ട, അത്ര മതി. ഹബീബാ നബി തങ്ങൾ പറയാണ്, 70 വയസ്സൊരാൾക്കെത്തിയാൽ അഹബ്ബഹുല്ലാഹ്, അള്ളാഹു അയാളെ ഇഷ്ടപ്പെടുന്നതാണ്.
അല്ലാഹു അയാളെ സ്നേഹിക്കുന്നതാണ്. വഅഹബ്ബഹു അഹ്ലുസ്സമാ, ആകാശലോകത്തുള്ള മുഴുവൻ മലായികത്തുകളും അയാളെ ഇഷ്ടപ്പെടുന്നതാണ്. 70 വയസ്സെത്തിയാൽ പിന്നെന്തിനാണ് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ ബാധിച്ച് പ്രയാസപ്പെടുന്നവർ പിറുപിറുക്കേണ്ട കാര്യം എന്താണ്? പിറുപിറുക്കേണ്ട കാര്യം എന്താണ്? എപ്പോഴും ഒരാളുണ്ട്, ഒരു സഹോദരനുണ്ട്, ഒരു പ്രായമുള്ള മനുഷ്യൻ, എപ്പോഴും എല്ലാ വക്തും നിസ്കാരത്തിന് വന്നാൽ എന്നെ കാണുമ്പോഴൊക്കെ എന്നോട് പറയും, ഉസ്താദേ കൈവേദനയാണ്, ഉസ്താദേ കാലുവേദനയാണ്, ഉസ്താദേ പിന്നെ ഡിസ്കിൻ്റെ പ്രോബ്ലം ഉസ്താദേ, എപ്പോഴും പറയും. മാമൂലാണ്, എന്താ പറയുക, ഒരു ആചാരം പോലെ. അപ്പോൾ അയാളോട് ഞാനിങ്ങനെ പറയും ചെയ്യും, മാഷാ അല്ലാഹു എല്ലാം റാഹത്താക്കി തരട്ടെ, പഠിച്ചോൻ അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ എന്നിങ്ങനെ പറയും. വീണ്ടും ലൂർക്ക് പറഞ്ഞാൽ പിന്നെ അസർക്ക് വീണ്ടും വന്നിട്ട് പറയും, ഉസ്താദേ കൈവേദനയാണ്. അതെന്നെ ആ പഴയ ചൊല്ലൻ എങ്ങനെ പറയും. അങ്ങനെ ഒരാളെ ഞാൻ ഓർക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, അത് പ്രായമാകുമ്പോൾ ചില ആളുകളിങ്ങനെ അല്ലേ പ്രാകുന്ന ചില ആളുകളെ കാണാം. പ്രാകാൻ പാടില്ല, അക്ഷമ കാണിക്കരുത്. പ്രായമാകുമ്പോൾ സ്വാഭാവികമായ ചില വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും അല്ലേ. അവിടെ വേദന, ഇവിടെ വേദന സ്വാഭാവികമാണ്. അതിൽ ക്ഷമിക്കുമ്പോഴാണ് ഈ പറയപ്പെട്ട പ്രതിഫലങ്ങളൊക്കെ അള്ളാഹു തരിക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ടൊരു ഉമ്മ ഉണ്ടായിരുന്നു, പ്രായമേറെ ചെന്നപ്പോൾ അവർ നിസ്കാരമൊക്കെ നിർത്തിക്കളഞ്ഞു എന്ന്. അപ്പോൾ ആളുകൾ ചോദിച്ചു, അല്ല ഉമ്മ ഇപ്പോൾ നിങ്ങൾ നിസ്കാരം ഒഴിവാക്കുന്നത് മോശമല്ലേ? എന്നപ്പോൾ പറഞ്ഞു, എനിക്ക് വയസ്സ് 65, 70ഓളമായി, ഇത്രയും കാലം ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ദാരിദ്ര്യവും എൻ്റെ വിഷമവും പഠിച്ചവന് തീരെ ശ്രദ്ധിക്കണില്ല, എന്നെ അള്ളാഹു തീരെ പരിഗണിക്കുന്നില്ല. പിന്നെ ഞാൻ പഠിച്ചവന് എന്തിന് പിന്നെ ഞാൻ നിസ്കരിച്ചിട്ട് എന്ത് ഗുണം? പാവം ആ സഹോദരി വിചാരിച്ചത് സഹോദരന്മാർ ആ സഹോദരി വിചാരിച്ചത് നിസ്കരിച്ചാൽ പഠിച്ചവനെല്ലാം തരണമെന്നാണ്. അങ്ങനെ ഒരു ധാരണ. അള്ളാഹു അവർ മരിച്ചുപോയി, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അപ്പം അങ്ങനെ പ്രാകുന്ന ഒരു ഏർപ്പാട് സഹോദരന്മാർ, പ്രായമേറെ ചെന്ന ആളുകൾ പരമാവധി അവസാനിപ്പിക്കണം. അല്ലെ, അങ്ങനെ ചില ആളുകളെ കാണാം ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ആളുകളോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പറയരുത്. അല്ല പറയാ, ഹബീബായ നബി തങ്ങൾ പറയാണ്, 70 വയസ്സെത്തിയാൽ അല്ലാഹു അയാളെ ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെയോ അഹ്ലുസ്സമാ, വാനലോകത്തുള്ള മാലാകമാരും അയാളെ ഇഷ്ടപ്പെടുന്നതാണ്. ഫൈദാ ബലഗസ്സമാ 80, അയാൾക്ക് 80 വയസ്സായാൽ ഖബിലല്ലാഹു ഹസനാതി, അയാളുടെ നന്മകളെ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. വതജാവസാന സയ്യാതി, അയാളുടെ എല്ലാ തിന്മകളെയും സ്ഖലിതങ്ങളെയും അല്ലാഹു മാപ്പ് ചെയ്യുന്നതാണ്. ഫൈദാ ബലഗതി 90, അയാൾക്ക് 90 വയസ്സായാൽ ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബി വമാ തഅഖറ, അയാളുടെ ചെയ്തുപോയ പാപങ്ങളെയും ചെയ്യാനിരിക്കുന്ന പാപങ്ങളെയും അല്ലാഹു പൊറുക്കുമെന്ന് റിസാലത്തിന്റെ നാവ് കൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ഇമാം അഹ്മദ് തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ വാർദ്ധക്യം എന്ന് പറയുന്നത് അല്ലാഹു നൽകുന്ന വലിയ ബഹുമതിയാണ്. ആ ബഹുമതിയുടെ അടയാളമാണ് നരബാധിക്കുക എന്ന് പറയുന്നത്. ആ ബഹുമതിയുടെ അടയാളമാണ് നരബാധിക്കുക. അതിന് നമ്മൾ ഉടനെ തന്നെ പിന്നെ കർപ്പിച്ച് കളയരുത് അല്ലേ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞേക്കുന്ന ദൂതനാണ്. ആ ദൂതൻ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പറഞ്ഞേക്കാണ്, നീ ഇപ്പം വരണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ചെയ്യാൻ പാടില്ല. അത് അള്ളാഹു നൽകുന്ന ആദരവാണ്. മഹാനായ മാലിക് ഇബ്നു ഐമൻ റളിയല്ലാഹു അൻഹു പറയാണ്, അവ്വലു മൻ ശാബ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ലോക ചരിത്രത്തിൽ ആദ്യമായി നരബാധിച്ചത് ഇബ്രാഹിം നബിക്കാണ് എന്ന് മഹാനായ മാലിക് ഇബ്നു ഐമൻ റളിയല്ലാഹു അൻഹു പറയാൻ. ലോക ചരിത്രത്തിൽ ആദ്യമായി നരബാധിച്ചത് ഇബ്രാഹിം നബിക്കാണ്. ഇബ്രാഹിം നബി ചോദിച്ചു പടച്ചവനോട്, ഇതുവരെ പരിചയമില്ലാത്തൊരു കാര്യമാണ്, മഹാദാ, എന്റെ പടച്ചവനെ എന്താണ് ഈ കാണുന്നത്? എന്തേ ഈ നിറം ഇങ്ങനെ വെളുത്തുപോയത്? താടിരോമങ്ങളൊക്കെ വെളുത്തുപോയത് എന്തുകൊണ്ടാണ്? പടച്ചവൻ പറഞ്ഞു, ഇജ്ലാൽ, ഇത് നിങ്ങൾക്ക് നൽകിയ മഹത്വമാണ്, ആദരവാണ്. ഇത് ഇജ്ലാൽ, ഇത് ആദരവാണ്. ആ ആദരവിന്റെ അടയാളമാണ് പ്രിയപ്പെട്ടവരെ ഈ നരബാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടേണ്ട ഇബ്രാഹിം നബിയെ. മറ്റൊരു റിവായത്തിൽ കാണാം, ഇബ്രാഹിം നബി ചോദിച്ചു, യാ റബ്ബി മാദാ, അല്ലാഹുവേ എന്താണ് ഈ കാണുന്നത്? അല്ലാഹു പറഞ്ഞു, വഖാർ, അത് നിങ്ങൾക്ക് ഗാംഭീര്യം ഉണ്ടാക്കി തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇബ്രാഹിം നബി ദുആ ചെയ്തു, അല്ലാഹുമ്മ സിദ്നി വഖാറാ, എന്റെ പടച്ചവനെ എനിക്ക് നീ ഗാംഭീര്യം അധികരിപ്പിച്ചു തരണേ അല്ലാഹ്. ഗാംഭീര്യം അധികരിപ്പിക്കണം, എനിക്ക് നിര പിന്നെയും കൂട്ടിത്തരണം എന്ന് അള്ളാഹിനോട് ദുആ ചെയ്തത്.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ ബഹുമതിയാണത്. ഹബീബ നബി തങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻഇബ്നു ഉമർ റളിയല്ലാഹു അൻ മൻ ശാബ ശൈബതൻ ഫിൽ ഇസ്ലാം, ഒരാൾക്ക് ഇസ്ലാമിലായി നര ബാധിച്ചാൽ കാനത ലഹു നൂറൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അയാൾക്കതൊരു പ്രകാശമാണ്. ആ നര ബാധിച്ച താടിരോമങ്ങളും തലമുടികളും നാളെ പരലോകത്ത് പ്രകാശമാണ് പരത്തുക, അയാൾക്കതൊരു പ്രകാശം പരത്തുമെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തബറാനി തങ്ങൾ തന്റെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മൾ മറ്റേ മുജാഹിദ് അല്ല കേട്ടോ, മഹാനായ ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു, മഹാനാണ്, വലിയ മഹാനാണ് ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയാണ്, അവ്വലു മൻ ഖളബ ബിസ്സവാദി ഫിർഔൻ, ലോക ചരിത്രത്തിൽ ആദ്യമായി താടിരോമങ്ങൾക്കും തലമുടികൾക്കും ജരാനരകൾ ബാധിച്ചത് ഇബ്രാഹിം നബിക്കാണെങ്കിൽ, ആ ജരാനരകൾ ബാധിച്ച താടിരോമങ്ങൾക്കും തലമുടികൾക്കും ചായം പൂശിയത് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, ഫിർഔനാണ് ആ ഏർപ്പാട് ആദ്യം ചെയ്തത് എന്നാണ്. നരച്ചുപോയ താടിരോമങ്ങളെ കറുപ്പിച്ചത്, നിറം കൊടുത്തത്, ചായം പൂശിയത് ഫിർഔനാണ് ലഅനത്തുല്ലാഹി അലൈഹി. അപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകൾ ആരുടെ അനുയായികളാണെന്നർത്ഥം? ഫിർഔനിൻ്റെ അനുയായികളാണ്. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് വരികൾക്കിടയിലൂടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ആ ഒരു ഏർപ്പാട് ആരും ചെയ്യരുത് എന്നോർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇതൊന്നും ഗൗനിക്കാതെ വാർദ്ധക്യത്തിലും പാപങ്ങളുമായി നടക്കുന്നവന്റെ കാര്യം വളരെ കഷ്ടമാണ്. വാർദ്ധക്യത്തിലും തെമ്മാടിത്തം ചെയ്ത് നടക്കുന്നവന്റെ കാര്യം വളരെയേറെ പ്രയാസമാണ്, കഷ്ടമാണ്. അവരെ അല്ലാഹുവിന് തീരെ ഇഷ്ടമല്ലെന്ന് ത്വാഹ റസൂലുള്ളാഹി. മൂന്നാളുകൾ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവരോട് അല്ലാഹു സംസാരിക്കില്ല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് അല്ലാഹു നോക്കുക പോലും ചെയ്യൂല. മൂന്ന് വിഭാഗം ആളുകൾ. ശൈഖുൻ സാൻ, വ്യഭിചാരം ചെയ്ത് നടക്കുന്ന വയോധികനായ ആൾ, വയസ്സ് 10-60 70 എന്നിട്ടും ഇങ്ങനെ വ്യഭിചരിച്ച് നടക്കുകയാണ്, തെമ്മാടിത്തം ചെയ്ത് നടക്കുകയാണ്. വ്യഭിചാരം എന്ന് പറയുന്നത് കേവലം ലൈംഗികമായ അവയവങ്ങളെ കൊണ്ടുള്ള പ്രക്രിയ മാത്രമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ണുകൊണ്ട് ഒരന്യ പെണ്ണിനെ വല്ലാതെ നോക്കൽ കണ്ണിന്റെ വ്യഭിചാരമാണ്. സുബ്ഹാനല്ലാഹ്, കണ്ണുകൊണ്ടങ്ങനെ നോക്കുക. അന്നവറത്തു സഹമും മിൻ സിഹാമി ഇബ്ലീസ്, ഇബ്ലീസിന്റെ ആവനാടിയിലെ അസ്ത്രങ്ങളിലൊരു അസ്ത്രമാണ് നോട്ടമെന്ന് പറയുന്നത്. അതുകൊണ്ട് നോട്ടത്തെ സൂക്ഷിക്കണമെന്ന് ത്വാഹ റസൂലുള്ളാഹി. പ്രായമേറെ ചെന്നിട്ടും ഇത്തരം ഹറാമിയത്തുകൾ ചെയ്യുന്ന വാർദ്ധക്യം ബാധിച്ച ആളുകളെ കാണാം. എന്നിട്ടും വ്യഭിചരിച്ച് നടക്കുന്നവർ സുബ്ഹാനല്ലാഹ്, പെണ്ണിനോട് സംസാരിക്കുമ്പോ എന്തോ ഒരു മാധുര്യം അനുഭവിക്കുന്ന വന്യവയോധികരായ ആളുകൾ. അല്ലാഹു റബ്ബുൽ ഇസ്സ ഹബീബായ നബി തങ്ങൾ അവരെ പറ്റിയാണ് പറയുന്നത്. അല്ലാഹുവിന് തീരെ ഇഷ്ടമില്ലാത്ത ആളുകളാണിവർ. വമലികുൻ കദ്ദാബ്, കള്ളം പറയുന്ന ഭരണാധികാരി അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത മറ്റൊരാളാണ്. വആയിലുൻ മുസ്തക്ബിർ, അതേപോലെ അഹങ്കാരിയായ ദരിദ്രനാണ്, നയാ പൈസക്ക് വകയില്ലാത്ത ആളാണ്. കുറച്ച് പണമൊക്കെ ഉണ്ടെങ്കിൽ ഏതായാലും സ്വാഭാവികം കുറച്ച് അഹങ്കാരം ഉണ്ടാവും എന്നൊക്കെ പറയാം. കുറച്ചൊക്കെ അഹങ്കാരം അല്ലേ, ഞാൻ തിരക്കേടില്ല, എനിക്ക് അത്യാവശ്യം ഇവിടെ മുതലുണ്ട് എന്നൊക്കെ ഒരു തോന്നാം. ഇതല്ല, പച്ചപ്പാവാണ്, നയാ പൈസക്ക് വകയില്ലാത്തയാളാണ്. പക്ഷേ മുസ്തക്ബിറാണ്, അഹങ്കാരിയായ ദരിദ്രൻ. അവനെയും അല്ലാഹുവിന് ഇഷ്ടമല്ല, അവനെ അല്ലാഹു നോക്കൂല എന്ന് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ നല്ലവരിൽ പെടുത്തട്ടെ. അബീ ബക്കർ റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം ഹാക്കിം തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റജുലൻ ഖാൽ, ഒരാൾ വന്നിട്ട് ഹബീബ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈർ, നബിയേ, ആരാണ് നബിയേ ലോകത്ത് ഏറ്റവും നല്ലവർ? ഖാൽ, പുണ്യനബി പറഞ്ഞു, മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു,
അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ആരാണ് ഏറ്റവും നല്ലവരെന്നറിയോ? മൻ, ഒരാളാണ് ത്വാല ഉംറുഹു, അവന്റെ ആയുസ് നീണ്ടിരിക്കുന്നു, വഹസുന അമലുഹു, നല്ല അമലുകൾ ചെയ്തിരിക്കുകയാണ്. ആയുസ് നീളുകയും നല്ല നല്ല അമലുകൾ ചെയ്തു പോവുകയും ചെയ്തവർ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ആയുസ്സിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ലോകത്ത് ചെയ്തു പോയവർ, കടന്നുപോയവർ, അല്ലെ, വലിയ അടയാളങ്ങൾ ലോകത്ത് ഉപേക്ഷിച്ചു പോയവർ, ജീവിച്ചതിന് തെളിവ് എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്, അയാൾ ജീവിച്ചതിന് തെളിവാണ് എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഒരുപാട് നന്മകൾ ഈ ഉമ്മത്തിന് സമ്മാനിച്ച് കടന്നുപോയവർ, അവരാണ് ഏറ്റവും നല്ലവരെന്ന് ത്വാഹ റസൂലുള്ളാഹി മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ, കഴിഞ്ഞ ഈ നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് എന്ന് മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് പറയുമായിരുന്നു. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ ഉമ്മത്തിന് ഒരുപാട് നല്ല സ്മരണകൾ ഇട്ടേച്ചു പോയ കേരളം കണ്ട മഹാനായ മനുഷ്യനാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന് പരിപക്വമായ നേതൃത്വം നൽകി കടന്നുപോയ മഹാനായ പണ്ഡിത ശ്രേഷ്ഠൻ ശൈഖുനാ ശംസുൽ ഉലമ, ആലിമുൽ ആലം എന്ന് ലോകം വിശേഷിപ്പിച്ച മഹാനായ പണ്ഡിതന്, യാ അല്ലാഹ്, അവരുടെ ബർസഖിയായ ലോകം നീ പ്രകാശപൂരിതമാക്കണേ റബ്ബേ. അവരുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. ഈ ഇവിടെ ഇരിക്കുന്ന മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് ശംസുൽ ഉലമയെ പറ്റി കൂടുതൽ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരാ? മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ. അത്ഭുതപ്പെട്ടു പോകും നമ്മളല്ലേ. വളരെ ചുരുങ്ങിയ ആയുസ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ ലോകത്തിട്ടേച്ചു പോയവർ, അല്ലെ. കാന ഉമ്മ, ഒരു സമുദായമായിരുന്നു. നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. ചിലരെ കുറിച്ച് പറയാറുണ്ട്, ആ വചനം ഏറ്റവും അനുയോജ്യമാകുന്ന ഒരാൾ അത് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയായിരിക്കുമെന്നതിൽ തർക്കമില്ല. ഒരുപാട് നന്മകൾ ഈ ഉമ്മത്തിന് ഇട്ടേച്ചു പോയ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ, അതേപോലെയുള്ള ഒരുപാട് മഹാന്മാര് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് നേതൃത്വം നൽകിയ പണ്ഡിത ശ്രേഷ്ഠരുടെ കൂട്ടത്തിൽ നമുക്ക് കാണാം. സമയത്തിന്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബി ചോദിച്ചു വീണ്ടും, ഫഅയ്യുന്നാസി ശർറുൻ യാ ഹബീബല്ലാഹ്, നബിയേ, ആരാണ് ലോകത്തെ ഏറ്റവും മോശപ്പെട്ടവൻ? ഖാൽ, ഹബീബായ നബി തങ്ങൾ പറയാണ്, മൻ ത്വാല ഉംറു, ഒരാളുടെ ആയുസ് നീളുകയും ചെയ്തു, വസാഅമലു, അയാളുടെ അമൽ, അയാളുടെ പ്രവർത്തനങ്ങൾ വളരെ മോശപ്പെട്ടതുമാണ്. വയസ്സേറെയായി, നമ്മൾ പറയാറുണ്ടല്ലോ, വയസ്സെത്രയായി, എന്നിട്ടും ഈ മനുഷ്യന്റെ ഒരു കഥ, എന്നിട്ടും ഇങ്ങനെ തെമ്മാടിത്തം ചെയ്ത് നടക്കുകയാണല്ലോ. ഇത്ര വയസ്സായി, താടി രോമങ്ങൾ നരച്ചുപോയി, മുടി നരച്ചു, എന്നിട്ടും ഇയാൾക്കൊരു മാറ്റവുമില്ലല്ലോ. ചിലരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അല്ലേ, നമ്മുടെ നാടുകളിലൂടെ തെമ്മാടിത്തം ചെയ്ത് നടക്കുന്നവർ, ആത്മീയതയെ പോലും കച്ചവടമാക്കി നടക്കുന്നവർ, സുബ്ഹാനല്ലാഹ്, എല്ലാ നന്മകളെയും വാണിജ്യവൽക്കരിക്കുന്ന ആളുകൾ, അങ്ങനെ പലരും നമ്മുടെ നാടുകളിലുണ്ട്. അവരെ കുറിച്ച് നമ്മൾ പറയും, ഇത്രയൊക്കെ ആയിട്ടും ഇയാൾക്കിതൊന്നും നിർത്താനായിട്ടില്ലേ? ഹബീബ് പറയാണ്, മൻ ത്വാല ഉംറു വസാഅമലു, വയസ്സേറെയായിട്ടും മോശപ്പെട്ട പ്രവർത്തനങ്ങൾ അങ്ങനെ ചെയ്ത് നടക്കുന്നവൻ, അവനാണ് ഏറ്റവും മോശപ്പെട്ടവനെന്ന് കളവ് പറയാത്ത നാവ് കൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആയുസിന്റെ വിവിധ ഘട്ടങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. എല്ലാം ഓരോന്നും പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ്. ആ ഘട്ടങ്ങൾ മുഴുവനും നന്മയ്ക്ക് വേണ്ടി, ദീനിന് വേണ്ടി ആരൊരാൾ ചെലവഴിച്ചോ അവന് വിജയിയാണ്. ആരെല്ലാം ദുനിയാവിന്റെ ആർഭാടങ്ങളിൽ അഭിരമിച്ച് സർവാധിനാഥനായ പടച്ചവനെ മറന്നു ജീവിച്ചോ അവരൊക്കെ പരാജിതരാണ്, അവരൊക്കെ തോറ്റുപോയവരാണ്. അല്ലാഹു നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്.